ദൈവതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുളി ചെയ്തു. ഇന്നത്തെ ആരാധന ഞാൻ ഇങ്ങനെ പറയുന്നു, ഇതൊരു സൗഖ്യത്തിൻ്റെ ആരാധനയാണ്. ദിസ് ഈസ് എ സർവീസ് ഓഫ് ഹീലിംഗ് ആൻഡ് ദിസ് ഈസ് എ ഡേ ഓഫ് ഹീലിംഗ്. ഇത് ഒരു സൗഖ്യത്തിൻ്റെ ദിവസം തന്നെയാണ്. ആ വാക്യത്തിൽ 6 കാര്യങ്ങളാണ് പറയുന്നത്. അതിനകത്ത് 4 കൽപ്പനകളും 2 വാഗ്ദത്തങ്ങളുമാണ് പറയുന്നത്. ആദ്യത്തെ 4 കൽപ്പനകൾ ഇതാണ്. ഒന്നാമതായി പറയുകയാണ്, നീ ശ്രദ്ധയോടെ എൻ്റെ വാക്ക് കേൾക്കണം. നീ എൻ്റെ വാക്ക് കേൾക്കണമെന്നല്ല പറഞ്ഞത്, നീ ശ്രദ്ധയോടെ എൻ്റെ വാക്ക് കേൾക്കണം. നീ ശ്രദ്ധയോടെ എൻ്റെ വാക്ക് കേൾക്കണം. അതിൻ്റെ മൂലഭാഷയിൽ ഇങ്ങനെയാണ് പറയുന്നത്, നീ കേൾക്കണം കേൾക്കണം എന്നാവർത്തിച്ച് പറയുകയാണ്. അതാണ് പരിഭാഷപ്പെടുത്തിയപ്പോൾ ശ്രദ്ധയോടെ കേൾക്കണം എന്ന് പറയുന്നത്. നീ കേൾക്കണം കേൾക്കണം എൻ്റെ വാക്കുകളെ നീ കേൾക്കണം, അങ്ങനെയാണ് അതിൻ്റെ മൂലഭാഷയിൽ പറയുന്നത്. ഒന്നാമതായി പറയുകയാണ്, നീ ശ്രദ്ധയോടെ എൻ്റെ ശബ്ദത്തെ കേൾക്കണം. വാക്ക് എന്ന മലയാളത്തിൽ പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, മൂലഭാഷയിൽ വോയിസ് ഓഫ് ദ ലോർഡ്. നീ ദൈവ ശബ്ദത്തെ ശ്രദ്ധ വെച്ച് കേൾക്കണം. നീ ദൈവ ശബ്ദത്തെ കേൾക്കണം. ഇന്ന് പകൽ എന്നോട് ചേർന്ന് പറഞ്ഞേ, എനിക്ക് ദൈവ ശബ്ദത്തെ കേൾക്കണം. ആമേൻ. ദൈവ ശബ്ദത്തെ കേൾക്കണം. കുഞ്ഞുങ്ങൾ തല ഉയർത്തി പറഞ്ഞേ, എനിക്ക് ദൈവ ശബ്ദം കേൾക്കണം. രണ്ടാമതായി പറയുകയാണ്, നീ ദൈവ ശബ്ദം കേട്ടാൽ മാത്രം പോരാ, പകരം നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം. അതിൻ്റെ യഥാർത്ഥ പരിഭാഷയിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ, അവൻ്റെ കണ്ണിൽ ശരിയായുള്ളത് നീ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിൻ്റെ ബോധ്യം അനുസരിച്ചല്ല നീ പ്രവർത്തിക്കേണ്ടത്, സമൂഹത്തിൻ്റെ ബോധ്യം അനുസരിച്ചല്ല നീ പ്രവർത്തിക്കേണ്ടത്. നിന്റെ ന്യായാധിപതി നിന്റെ മനസ്സാക്ഷിയല്ല, നിനക്ക് തോന്നുന്നത് പോലെ നീ ചെയ്യരുത്. പകരം വാട്ട് ഈസ് റൈറ്റ് ഇൻ ഹിസ് സൈറ്റ്, അവൻ്റെ ന്യായത്തിനൊത്തവണ്ണം അവൻ്റെ നീതിക്കൊത്തവണ്ണം നീ പ്രവർത്തിക്കണം. അപ്പോഴാണ് അവന് പ്രസാദമുള്ളതായി നിന്റെ ജീവിതം മാറുന്നത്. എൻ്റെ മനസ്സാക്ഷിയല്ല എൻ്റെ ന്യായാധിപൻ, ദൈവമത്രേ എൻ്റെ ന്യായാധിപൻ. ആകയാൽ അവന് പ്രസാദമുള്ളത് നീ ചെയ്യണം. രണ്ടാമതായി പറയുകയാണ്, അവൻ്റെ കൽപ്പനകളെ നീ അനുസരിക്കണം. ആമേൻ. ഒബേ ദ കമാൻഡ്മെൻറ്റ്. അടുത്തതായിട്ട് പറയുകയാണ്, അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്യണം. കൽപ്പന അനുസരിക്കുക, വിധികളെ പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ വിധികളെ പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ ചട്ടക്കൂടിനകത്ത് നിൽക്കുക എന്നുള്ളത്. നീ അനുസരിക്കുകയും ചട്ടക്കൂടിനകത്ത് നിൽക്കുകയും ചെയ്യണം. അങ്ങനെയെങ്കിൽ ഈ 4 കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചാൽ, 1, എൻ്റെ ശബ്ദം കേൾപ്പാൻ നീ കാത്തിരുന്നാൽ, 2, നിൻ്റെ മനസ്സാക്ഷി അല്ല നിൻ്റെ ന്യായാധിപൻ, എൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം നീ ചിന്തിക്കാൻ തുടങ്ങിയാൽ, എൻ്റെ ശരി നിൻ്റെ ശരിയായാൽ, എൻ്റെ തെറ്റ് നിൻ്റെ തെറ്റായാൽ, എൻ്റെ തോന്നലുകൾ നിൻ്റെ തോന്നലുകളായാൽ ഞാൻ നിനക്ക് അനുകൂലമായിരിക്കുക. അടുത്തത്, നീ എന്നെ അനുസരിക്കുകയും എൻ്റെ ചട്ടക്കൂടിനകത്ത് നിൽക്കുകയും ചെയ്യണം. ഇങ്ങനെ നീ 4 കാര്യങ്ങൾ ചെയ്താൽ ഞാൻ നിനക്ക് 2 കാര്യങ്ങൾ ഉറപ്പ് തരുന്നു. 1, നീ വിട്ടുപോകുന്ന ദേശത്ത് നീ കണ്ടതായ രോഗങ്ങളുണ്ട്, അവിടെ പടർന്നു പിടിക്കുന്നതായ രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾക്ക് അവിടെ വൈദ്യനുണ്ടായിരുന്നു. ലോകം കണ്ട ഏറ്റവും പുരാതനമായ വൈദ്യ സംവിധാനങ്ങൾ, ചികിത്സാ സംവിധാനങ്ങൾ ഈജിപ്തിലായിരുന്നു. ഈജിപ്തിലെ ശവങ്ങളെ പോലും ഏറ്റവും നന്നായി സംസ്കരിക്കുന്നത് ഏറ്റവും ആരംഭകാലങ്ങളിലെ മൈർബാമിങ് തുടങ്ങി എംബാമിങ് തുടങ്ങി സംഭവിച്ചിരുന്നത് ഈജിപ്തിലാണ്. എന്നാൽ പറയുകയാണ്, ഈജിപ്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഏറ്റവും വൈദഗ്ധ്യമായ ചികിത്സയുമുണ്ട്. പക്ഷേ ഈ മരുഭൂമിയിൽ നീ നോക്കുമ്പോൾ ഒരൊറ്റ ക്ലിനിക്ക് പോലും കാണുന്നില്ല. പക്ഷേ ഞാൻ നിനക്കൊരു ഉറപ്പ് തരാം, അവർക്ക് വന്ന ഒരു രോഗവും നിനക്ക് വരത്തില്ല. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നതുപോലെ ഒരു ക്ലിനിക്കും നിനക്ക് ആവശ്യമുണ്ടാകുകയില്ല. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, അപ്പോൾ നിൻ്റെ ഇടയിൽ വേറെ ഏതെങ്കിലും ഒരു അസുഖം വന്നാലോ നീ ഭയപ്പെടരുത്. നിനക്കൊരു ക്ലിനിക്കും വേണ്ട, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് പറയുകയാണ്. ഇസ്രായേലിൻ്റെ 3ാമത്തെ പരീക്ഷാഘട്ടമാണിത്. ഒന്ന് അവർ മിസ്രൈമിലായിരിക്കുകയാണ്. മിസ്രൈമിലായിരിക്കുമ്പോൾ അവിടെ ബാധകൾ മിസ്രൈമ്യർക്ക് വരുത്തിയ ബാധകളെ അവർ കാണുകയാണ്. മിസ്രൈമ്യർക്ക് വരുത്തിയ ബാധകളിൽ കൂടെ അവർ കാണുന്നത്
ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവം തൻ്റെ ബലത്തെ, ദൈവം തൻ്റെ അധികാരത്തെ മിസ്രൈമ്യർക്ക് വരുത്തിയ ബാധകളിൽ കൂടെ വെളിപ്പെടുത്തുകയാണ്. മിസ്രൈമ്യർക്ക് വരുത്തിയ ബാധകളിൽ കൂടെ ദൈവം തൻ്റെ അധികാരവും ശക്തിയും വെളിപ്പെടുത്തി. എന്നാൽ അധികാരവും ശക്തിയും വെളിപ്പെട്ടതിനപ്പുറം അവർ ചെങ്കടലിൻ്റെ തീരത്ത് വഴിയടഞ്ഞു നിൽക്കുമ്പോൾ അവരെ പിന്തുടരുന്ന ഫറവോന്യ സൈന്യത്തിൻ്റെ നടുവിൽ ദൈവം ഇറങ്ങി അവരെ അപ്പുറം കൊണ്ടുവരുമ്പോൾ അവർ വിടുവിക്കുന്ന ദൈവത്തെ കണ്ടോ? ആമേൻ. മിസ്രൈമിലെ അടിമത്തത്തിൽ അവർ അധികാരമുള്ള ദൈവത്തെ കണ്ടോ? ചെങ്കടലിൻ്റെ പരിശോധനയിൽ അവർ വിടുവിക്കുന്ന ദൈവത്തെ കണ്ടോ? ഇപ്പോൾ മൂന്നാമത് 3 ദിവസം വെള്ളം കിട്ടാതെ കൈപ്പേറിയ മാറയിൽ അവർ കടന്നു വരുമ്പോൾ ദൈവം അവർക്ക് സംരക്ഷകനായ ദൈവമായി കടന്നു വരികയാണ്. ഞാൻ ഒന്ന് പറയാം, ഫറവോന്റെ അടിമനുഖത്തിൽ അവർ ദൈവത്തിൻ്റെ അധികാരം കണ്ടോ? ചെങ്കടലിൻ്റെ പരീക്ഷയിൽ അവർ വിടുവിക്കുന്ന ദൈവത്തെ കണ്ടോ? മാറയുടെ മരുഭൂമിയുടെ മാറയിൽ അവർ സംരക്ഷിക്കുന്ന ദൈവത്തെ കണ്ടോ? ഓരോ പരീക്ഷ അവരുടെ ജീവിതത്തിൽ വരുമ്പോഴും അവർ ദൈവത്തിൻ്റെ അടുത്ത അനുഗ്രഹത്തെ കാണുകയായിരുന്നു. ഓരോ പ്രതിസന്ധി അവർ അഭിമുഖീകരിക്കുമ്പോഴോ അവർ ദൈവത്തിൻ്റെ നന്മയെ കാണുകയായിരുന്നു. ഇന്ന് പകൽ നിന്റെ പ്രതിസന്ധികളെ നോക്കിയിട്ട് പറ, ഞാൻ ദൈവത്തിൻ്റെ അടുത്ത അത്ഭുതം കാണാൻ പോവുകയാണ്. നിന്റെ വെല്ലുവിളികളെ നോക്കിയിട്ട് പറ, ഞാൻ ദൈവത്തിൻ്റെ അടുത്ത നന്മ അനുഭവിക്കാൻ പോവുകയാണ്. നിന്റെ പോരാട്ടങ്ങളെ നോക്കിയിട്ട് പറ, ഞാൻ ദൈവത്തിൻ്റെ അടുത്ത മഹത്വത്തെ കാണാൻ പോവുകയാണ്. പ്രതികൂലം നിന്റെ തകർച്ചയ്ക്കല്ല, പ്രതിസന്ധി നിന്റെ താഴ്ചയ്ക്കല്ല, വെല്ലുവിളി നിന്റെ പരാജയത്തിനുമല്ല. പകരം പ്രതിസന്ധിയും പ്രതികൂലവും വെല്ലുവിളിയോ അത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ, ദൈവത്തിൻ്റെ കരുണയുടെ, ദൈവത്തിൻ്റെ കൃപയുടെ, ദൈവത്തിൻ്റെ ബഹുവിധ ജ്ഞാനത്തിൻ്റെ അടുത്ത മഹത്വത്തിൻ്റെ തലം കാണുവാനാണ്. ഇതെൻ്റെ പരാജയത്തിനല്ല, ഇതെൻ്റെ അത്ഭുതത്തിനാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് എൻ്റെ ദൈവം ജീവിക്കുന്നുവെന്നുള്ള ഉറപ്പോടെ. ഈജിപ്തിൽ അധികാരം കണ്ടവൻ, ചെങ്കടലിൽ വിടുതൽ കണ്ടവൻ, മാറയിൽ സൗഖ്യത്തെ കണ്ടു. ഞാൻ ഒന്നുകൂടെ പറയാം, ഈജിപ്തിൽ അധികാരം കണ്ടവൻ, ചെങ്കടലിൽ വിടുതൽ കണ്ടവൻ, മാറയിൽ സൗഖ്യത്തെ കണ്ടു. മാറയിൽ കൈപ്പല്ല കണ്ടത്, ചെങ്കടലിൽ പോരാട്ടമല്ല കണ്ടത്, ഈജിപ്തിൽ അടിമത്തമല്ല കണ്ടത്. ഈജിപ്തിൽ അധികാരം കണ്ടു, ചെങ്കടലിൽ വിടുതൽ കണ്ടു, മാറയിൽ സൗഖ്യം കണ്ടു. ഇങ്ങനെ കനാൻ വരെ അവർ കണ്ടതൊന്നോ മരുഭൂമിയുടെ വിജനതകളും നിർജ്ജനതകളുമായിരുന്നില്ല. പകരം അവർ കണ്ടത് മരുഭൂമിയിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളായിരുന്നു. I shall see miracles in the wilderness. മരുഭൂമികളിൽ ഞാൻ അത്ഭുതങ്ങളെ കാണും. വിശ്വസിക്കുന്നവർ മാത്രം വലങ്കരം ഉയർത്തി യേശു നല്ലവനെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാട്ടെ. എന്നാൽ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിലെ പ്രധാന ഭാഗം ഇതാണ്: ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ആമേൻ. അവൻ എൻ്റെ സൗഖ്യദായകനാണ്. ശബ്ദമുയർത്തി പറഞ്ഞേ, അവൻ എൻ്റെ സൗഖ്യദായകനാണ്. അവൻ എൻ്റെ സൗഖ്യദായകനാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞ ദൂതാണ് ഞാൻ കൈമാറുന്നതെന്ന്. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ച ദൂതല്ല ഇത്. പകരം ദൈവം എന്നോട് ഇത് നൽകിയിട്ട്, നീ ഇത് പോയി പ്രസംഗിക്കുവാൻ, നീ ഇത് പോയി ശുശ്രൂഷിക്കുവാൻ എന്നെ ഭരമേൽപ്പിച്ച ദൂതാണ്. ഞാനിത് പ്രാർത്ഥിച്ചു വാങ്ങിയതല്ല, ഇത് ദൈവം എൻ്റെ പക്കൽ ഭരമേൽപ്പിച്ചതാണ്. ആകയാൽ ഞാൻ ഇന്ന് പതിവിൽ കവിഞ്ഞതായ ഒരു കോൺഫിഡൻസോടുകൂടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. ഇത് കേവലം ഒരു പ്രസംഗമല്ല, ഇത് ദൈവം ചിലരുടെ മേൽ തൊടുന്ന ഒരു പകലാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ വിവിധ അളവിൽ അവൻ രോഗിയായിത്തീരാം, വിവിധ അളവിൽ രോഗിയായിത്തീരാം. ആമേൻ. ഒന്ന്, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അവൻ രോഗിയായിത്തീരാം. 38-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 38-ാം സങ്കീർത്തന അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. അപ്പോൾ എവിടെ സൗഖ്യം നഷ്ടപ്പെടാം? ശരീരത്തിൽ സൗഖ്യം നഷ്ടപ്പെടാം, ദേഹത്തിൽ സൗഖ്യമില്ലാതെയാകാം. അപ്പോൾ രോഗം ഒന്ന് ശരീരത്തെ ബാധിക്കാം. തുറന്ന കണ്ണുകളോടെ, തുറന്ന മനസ്സോടെ, തുറന്ന ഹൃദയത്തോടെ ദൈവവചനം ശ്രദ്ധിച്ചാട്ടെ. എല്ലാവരും കണ്ണുകളെ തുറന്നേ. ആമേൻ. എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. അപ്പോൾ ശരീരത്തിൽ എന്ത് സംഭവിക്കാം? രോഗം സംഭവിക്കാം, അസുഖം ബാധിക്കാം. 2, നാം ശ്രദ്ധിക്കുമ്പോൾ 147-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 147-ാം സങ്കീർത്തന അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, മനസ്സ് തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. അപ്പോൾ രോഗം എവിടെ സംഭവിക്കാം?
മനസ്സിന് രോഗം സംഭവിക്കാം. ഹൃദയത്തിൻ്റെ മുറിവുകൾ, ആമേൻ, വൂണ്ട് ഇൻ ദ ഹാർട്ട്, ഹൃദയത്തിനകത്ത് ബ്രോക്കൺനെസ്, ആ ഹൃദയത്തിന് രോഗങ്ങൾ സംഭവിക്കാം. മനസ്സ് തകർന്നു പോകുക, മനസ്സ് രോഗം ബാധിക്കുക. അപ്പം ശരീരത്തിന് രോഗം വരും, അത് ദൈവം സൗഖ്യമാക്കുക. 2, മനസ്സിന് രോഗം വരിക, അത് കർത്താവ് സൗഖ്യമാക്കുക. 3-ാമതായി നാം ശ്രദ്ധിക്കുമ്പോൾ ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട് അവരുടെ പാപം ക്ഷമിച്ച്. അടുത്ത ഭാഗം ഒന്ന് വായിക്കാമോ? ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുക. അപ്പോൾ 1, ശരീരത്തിന് രോഗം വരാം, 2, മനസ്സിന് രോഗം വരാം, 3, ദേശത്തിന് രോഗം വരാം. ശ്രദ്ധിക്കണേ, ദേശത്തിന് രോഗം വരാം. എലീശ പ്രവാചകൻ കടന്നു ചെന്നു, അവിടെ ഒരു ദേശത്തെ താൻ ഹീൽ ചെയ്യുകയാണ്. അവിടെ ഒരു തോടൊഴുകുകയാണ്. ആ തോടിലെ വെള്ളം കുടിക്കുന്നത്, തോട്ടിലെ വെള്ളം കുടിക്കുന്നത് മുഖാന്തരം അവിടെയുള്ള സ്ത്രീകൾക്ക് മുഴുവനും എന്ത് സംഭവിക്കുകയാണെന്നറിയാമോ? അബോർഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള മനുഷ്യൻ്റെ ആരോഗ്യത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുന്നത്, അവിടെ ഒരു ടെറിട്ടോറിയൽ ഇൽനെസ് ഉണ്ട്, ഒരു ദേശത്ത് വ്യാപരിക്കുന്നതായ ഒരു രോഗം. ആമേൻ. എന്നാൽ അവിടെ പറയുകയാണ്, എൻ്റെ ജനം എൻ്റെ മുഖം അന്വേഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ മാത്രമല്ല, അവൻ്റെ മനസ്സിൽ മാത്രമല്ല, അവൻ്റെ ദേശത്തെ ഞാൻ ഹീൽ ചെയ്യുമെന്ന്. ഇന്ന് പകൽക്കാല പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് ദേശത്തെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരധികാരം വ്യാപരിക്കുകയാണ്. ഇന്ന് പകൽക്കാല നിന്റെ ദേശത്തെ രോഗമാക്കി തീർത്ത, നിന്റെ ദേശത്തെ അശുദ്ധമാക്കി തീർത്ത, നിന്റെ ദേശത്തെ പൊല്ലാത്തതാക്കി തീർത്ത, ദേശത്തിൻ്റെ കെട്ടുകളെ അഴിച്ചെടുത്ത് ദേശത്തിൽ വിടുതൽ കൊണ്ടുവരുന്നതായ റാംഷ്മേനിയ പ്രമോഷ ഖൽബഥാനിയ പുതിയ തളികയിൽ ഒരു പിടി ഉപ്പ് വാരി എലീശ ആ നദിക്കകത്തേക്ക് വലിച്ചു വാരി വിതറുമ്പോൾ ആ ദേശത്തിന്മേൽ വ്യാപരിച്ച രോഗശക്തി മാറിപ്പോവുകയാണ്. ജീസസ്. ഒരു ദേശത്തിൻ്റെ രോഗം 3 വിധത്തിൽ ഗദരദേശത്തിൽ കാണാൻ കഴിയുക. ഗദരദേശത്ത് രോഗമുണ്ടായിരുന്നു, ഒരു ടെറിട്ടോറിയൽ ഇൽനെസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ടെറിട്ടോറിയൽ ഇൽനെസ്സിൻ്റെ 1-ാമത്തെ ഭാഗം അവിടേക്ക്, ആമേൻ, യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് കടന്നു ചെല്ലാൻ കഴിയാതെ വേണ്ട. അവിടേക്ക് ശിഷ്യന്മാർ കടന്നു ചെല്ലുമ്പോൾ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ആമേൻ, കാറ്റും കോളും പ്രതികൂലമാവുകയാണ്. ഒരു ദേശത്തേക്ക് ഒരു അഭിഷക്തൻ കടന്നു ചെല്ലാതെ, ഒരു ടെറിട്ടറിയിലേക്ക് ഒരു ദൈവ പൈതൽ കടന്നു ചെല്ലാതെ ആ ദേശം വഴിയടയ്ക്കുന്നുവെങ്കിൽ ആ ദേശം ഹീൽ ചെയ്യപ്പെടേണ്ടതാണ്. ആമേൻ. ഇനി അടുത്തത് ഗദരദേശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ ഭ്രാന്തനായി പോയി. ഒരു മനുഷ്യൻ്റെ ഭ്രാന്ത് മുഖാന്തരം ആ പട്ടണം മുഴുവനും പേടിച്ച് നടക്കുകയാണ്. ആ പട്ടണം മുഴുവൻ ആർക്കും അവനെ അടക്കാൻ കഴിയാത്ത, എന്ന് പറഞ്ഞാൽ ഒരുത്തനെ വശീകരിച്ച് ഒരുത്തനെ പിടിച്ച് നശിപ്പിക്കുന്നുവെങ്കിൽ അത് അവൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നമല്ല, അതവൻ്റെ വ്യക്തിപരമായ പ്രശ്നമല്ല, ദേശത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ പറയട്ടെ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വെറുതെ ആക്കരുത്. ദേശത്തിൻ്റെ പോരാട്ടം അത് തലമുറകളെ കയറി അടിക്കും, അത് ഒരു വ്യക്തിയായിരുന്നാലും അടിക്കുക. എന്നാൽ യേശു ചെന്ന് അവനിൽ നിന്ന് ആ രോഗാത്മാവിനെ പുറത്താക്കുമ്പോൾ, ആ ദുരാത്മാവിനെ പുറത്താക്കുമ്പോൾ അത് മേഞ്ഞുകൊണ്ടിരുന്ന 2000 പന്നികളിൽ കടക്കുകയാണ്. ആ പന്നിക്കൂട്ടം കടുന്തൂക്കൂടെ കടലിലേക്ക് ചാടി ചത്തുപോകുന്നു. ഒരു ഭയങ്കരമായ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുകയാണ്. ഒരാൾക്കല്ല, 2 പേർക്കല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് എന്ത് സംഭവിക്കുകയാണ്? ഭയങ്കരമായ ക്ഷാമം, സാമ്പത്തിക നഷ്ടം വരികയാണ്. ഒരു പട്ടണം, ഒരു ദേശം രോഗാതുരമായി കഴിഞ്ഞാൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കെല്ലാം ഭയങ്കരമായ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകും. അവിടെ വിതയ്ക്കുന്നത് കിളിക്കത്തില്ല, അവിടെ വിതറുന്നത് വളരത്തില്ല. ആ ദേശം കെട്ടപ്പെട്ടിരിക്കുക. നമ്മൾ പലരുടെ സാക്ഷ്യം കേട്ടിട്ടില്ലേ? ആ ദേശത്തുനിന്ന് രക്ഷപ്പെട്ടപ്പോഴാണ്, ആ ദേശത്തുനിന്ന് മാറിയതിന് ശേഷമാണ് അത് സംഭവിച്ചത്. ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്തു വന്നപ്പോഴാണ്, ആ വസ്തു വിറ്റപ്പോഴാണ് രക്ഷപ്പെട്ടത്. കാരണം അതിന്മേലുള്ള രോഗം. പക്ഷേ കർത്താവ് പറയുകയാണ്, ഒരു ദേശം രോഗാതുരമായാൽ നീ അത് കിട്ടുന്ന വിലയ്ക്ക് വിട്ടിട്ട് ഓടിപ്പോകണ്ട. പകരം എൻ്റെ മുഖം അന്വേഷിച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെ ദേശത്തിന് ഞാൻ സൗഖ്യം വരുത്തി കൊടുക്കുക. അത് നിന്റെ 5 സെന്റ് ആയാലും, അത് നിന്റെ 10 സെന്റ് ആയാലും, അത് നിന്റെ പഞ്ചായത്തായിരുന്നാലും, അത് നിന്റെ ഡിസ്ട്രിക്റ്റ് ആയിരുന്നാലും, അത് നിന്റെ സ്റ്റേറ്റ് ആയിരുന്നാലും, ഞാനതിന് സൗഖ്യം
സൗഖ്യം വരുത്തി കൊടുക്കുക. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന രഹോബോത്തിലെ ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ മേലൊരു നിയോഗം കിടപ്പുണ്ട്. നാം പാർക്കുന്ന ഡിസ്ട്രിക്റ്റിൻ്റെ, നാം പാർക്കുന്ന സ്റ്റേറ്റിൻ്റെ, നാം പാർക്കുന്ന രാജ്യത്തിൻ്റെ അശുദ്ധാത്മാക്കളുടെ ബാധകളെ മാറ്റി ഈ ദേശത്തെ ശുദ്ധമാക്കി എടുക്കുവാൻ, ഈ ദേശത്തെ ഒരു ദൈവരാജ്യത്തിൻ്റെ കൊയ്ത്തുവയലാക്കി എടുക്കുവാൻ എൻ്റെ മേലൊരു നിയോഗം കിടപ്പുണ്ട്. ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ എന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കും, ഞാൻ എന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുക, ഞാൻ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് പ്രാർത്ഥിക്കുക, ഞാൻ എൻ്റെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ 3 തലങ്ങളാണ് പറയുന്നത്. ഞാൻ എന്നെ താഴ്ത്തി പ്രാർത്ഥിക്കും. എന്നോട് ചേർന്ന് പറഞ്ഞേ, ഞാൻ എന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുക. 2, ഞാൻ ആ മുഖം അന്വേഷിച്ച് പ്രാർത്ഥിക്കുക. വിടുതൽ അന്വേഷിച്ചല്ല, നന്മ അന്വേഷിച്ചല്ല, കൃപാവരം അന്വേഷിച്ചല്ല, ശുശ്രൂഷ അന്വേഷിച്ചല്ല, എനിക്ക് മുഖം കാണണമെന്ന് പറഞ്ഞ് അവൻ്റെ സൗന്ദര്യം കാണാൻ കൊതിച്ച് അവനെ സ്നേഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുക, മുഖം അന്വേഷിച്ച് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ ഞാൻ എവിടെയൊക്കെ തിരിയണമോ, എവിടെയൊക്കെ രൂപാന്തരപ്പെടണമോ, എവിടെയൊക്കെ ഞാൻ ട്രാൻസ്ഫോം ചെയ്യപ്പെടണമോ, അവിടെ ഞാൻ വിടേണ്ടിയതിനെ വിട്ട് ഞാൻ ദൈവത്തോട് അലൈൻ ചെയ്യപ്പെടും. അപ്പോൾ സ്വർഗം എൻ്റെ മേൽ, എൻ്റെ പ്രാർത്ഥനയുടെ മേൽ എനിക്കൊരു പേഴ്സണൽ ഡെലിവറൻസ് അപ്പുറമായി ഞാൻ പാർക്കുന്ന ദ്വേഷത്തിൻ്റെ മേൽ ജീസസ് ജീസസ്. കണ്ടോ, 1 ഒരു ശരീരത്തിന് രോഗം വരാം, 2 മനസ്സിന് രോഗം വരാം, 3 ദേശത്തിന് രോഗം വരാം, 4 ഹോശേയ പ്രവചനം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹോശേയ പ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കുമെന്ന് പറയുകയാണ്. എവിടെയാണ് പിന്മാറ്റം സംഭവിക്കുന്നത്? ആത്മീയതയ്ക്കകത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ആത്മീയമായ ഒരു മനുഷ്യൻ എന്ത് സംഭവിക്കുക? രോഗം സംഭവിക്കുക. ഒരു മനുഷ്യൻ പിന്മാറ്റം സംഭവിച്ച അതെന്താണെന്നറിയാമോ? അതവൻ്റെ സ്പിരിച്വൽ ഇൽനെസ് ആണ്, അവൻ്റെ ആത്മീയതയിൽ സംഭവിക്കുന്നതായ രോഗമാണ്. രോഗം ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? രോഗം കൂടും. രോഗം മൂർച്ഛിച്ചാൽ എന്ത് സംഭവിക്കും? മരണം സംഭവിക്കും. അപ്പം ആത്മീയമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആത്മീയ മരണം സംഭവിക്കും. അപ്പം പിന്മാറ്റം ഉണ്ടാകുന്നത് ആത്മീയമായ രോഗമാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ശരീരത്തിന് രോഗമുണ്ടാകും, മനസ്സിന് രോഗമുണ്ടാകും, ദേശത്തിന് രോഗമുണ്ടാകും, ആത്മാവിന് രോഗമുണ്ടാകും. ഈ 4 രോഗങ്ങളിലും സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു പേർ ഈ 4 രോഗങ്ങളോടും ചേർത്ത് പറഞ്ഞോ. 1, ദേഹത്തിൻ്റെ രോഗത്തിന് യേശു സൗഖ്യം തരും. 2, മനസ്സിൻ്റെ രോഗത്തിന് യേശു സൗഖ്യം തരും. 3, ദേശത്തിൻ്റെ രോഗത്തിന് യേശു സൗഖ്യം തരും. 4, ആത്മാവിൻ്റെ രോഗത്തിന് യേശു സൗഖ്യം വരും. ഇന്ന് പകൽ ഞാൻ ചോദിക്കുന്നു, ഇതിൽ ഉൾപ്പെടാത്ത ഒരു രോഗവും നമ്മുടെ മുൻപാകെ വന്നിട്ടില്ല, വരികയുമില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആത്മാവിനെ അത് സ്പിരിച്വൽ ഇൽനെസ് ആകട്ടെ, അത് ടെറിട്ടോറിയൽ ഇൽനെസ് ആകട്ടെ, അത് മെൻ്റൽ ഇൽനെസ് ആകട്ടെ, അത് ഫിസിക്കൽ ഇൽനെസ് ആകട്ടെ. ആമേൻ. The Lord is able to heal you and he is the Lord that healeth me. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ജീസസ്. ഞാൻ ഇനി അതിൻ്റെ ചില പ്രധാന ഭാഗങ്ങളിലേക്ക് കയറുകയാണ്. Why somebody become ill? എന്തുകൊണ്ട് ചിലർ രോഗികളാകുന്നു? ശ്രദ്ധിക്കണമേ. എന്തുകൊണ്ട് ചിലരുടെ മേൽ രോഗാത്മാവ് കടന്നു വരുന്നു? എന്തുകൊണ്ട് ചിലർ ബലഹീനരാകുന്നു? എന്തുകൊണ്ട് ചിലർ രോഗികളാകുന്നു? നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശു കർത്താവ് പത്രോസിൻ്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. പത്രോസിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 30-ാം വാക്യം അവിടെ പറയുകയാണ്, അവിടെ ശിമോൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു. അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു. ശിമോൻ്റെ അമ്മാവിയമ്മയ്ക്ക് പെട്ടെന്നൊരു പനി വന്നു. സീസൺ അല്ല, കാരണം പച്ചവെള്ളം കുടിച്ചതുകൊണ്ടോ ഏതെങ്കിലും മഴ നനഞ്ഞതുകൊണ്ടോ അല്ല. ശിമോൻ്റെ അമ്മാവിയമ്മയ്ക്ക് അന്ന് പനി പിടിക്കുവാൻ ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. കാരണം യേശു ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമെന്നുള്ളത് പ്രീ പ്ലാൻഡ് ആയിരുന്നു. മനുഷ്യരുടെ ഇടയിലല്ല, സ്വർഗത്തിൽ പ്രീ പ്ലാൻഡ് ആയിരുന്നു. അപ്പം യേശു അവിടേക്ക് കടന്നു ചെന്നു. യേശു കടന്നു ചെല്ലുമ്പോൾ അന്ന് ആ വീട്ടിൽ യേശുവിന് ആതിഥ്യം അരുളണം. യേശുവിന് ആ വീട്ടിൽ മിനിസ്റ്റർ ചെയ്യപ്പെടണം. യേശു മിനിസ്റ്റർ ചെയ്യപ്പെടണം. ആ വീട്ടിൽ യേശു മിനിസ്റ്റർ ചെയ്യപ്പെടണമെങ്കിൽ അവിടെ യേശുവിനെ മിനിസ്റ്റർ ചെയ്യേണ്ടത് ആരാകുന്നു എന്നറിയാമോ? പത്രോസിൻ്റെ അമ്മാവിയമ്മയാണ്. ആമേൻ. 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ, അവിടെ അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി.
അവരെ ശുശ്രൂഷിച്ചു. ആമേൻ. ഈ പനി അവിടെ നിന്നിരുന്നെങ്കിൽ ആമേൻ ആ സ്ത്രീക്ക് എന്ത് സംഭവിക്കത്തില്ലായിരുന്നു? ശുശ്രൂഷിക്കാൻ കഴിയത്തില്ലായിരുന്നു. ഞാൻ പറയാം, നിയോഗം ഒരുത്തൻ്റെ മുകളിൽ ദൈവമിട്ടാൽ പിശാച് അവൻ്റെ മുകളിൽ ഒരു രോഗം കൊണ്ടുവെക്കും. ഞാൻ ആവർത്തിക്കട്ടെ, നിയോഗം ഒരുത്തൻ്റെ മുകളിൽ വീണാൽ അതിനോട് അനുബന്ധമായി പിശാച് എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു രോഗശക്തിയെ അവൻ്റെ അകത്ത് കൊണ്ടുവരും. കാരണം ഈ രോഗം എന്ത് ചെയ്യുമെന്നറിയാമോ? ഇവൻ്റെ നിയോഗങ്ങളിലേക്ക് ഇവനെ കണക്റ്റ് ആക്കത്തില്ല. ആമേൻ. നീ തൊണ്ട കീറി പ്രവചിക്കേണ്ട ഒരു മനുഷ്യനാണെങ്കിൽ, നീ തൊണ്ട കീറി പ്രസംഗിക്കേണ്ട ഒരു മനുഷ്യനാണെങ്കിൽ, അവൻ നിന്റെ ചങ്കിനും നിന്റെ തൊണ്ടയ്ക്കും നേരെ പിടിച്ചു നിൽക്കും. നീ ഒത്തിരി ഓടേണ്ടവനാണെങ്കിൽ അവൻ നിന്റെ കാലുകൾക്ക് വലവിരിക്കും. നിന്റെ ആത്മാവിനെയും നിന്റെ ശരീരത്തെയും അവൻ രോഗം കൊണ്ട് ബന്ധിക്കാൻ നോക്കും. കാരണം അത് നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, അത് നിന്റെ നിയോഗത്തിനെതിരെയുള്ള പോരാട്ടമാണ്. ഇന്ന് പകൽ തിരിച്ചറിയണം, രോഗങ്ങളുടെ പിമ്പിൽ മറഞ്ഞു നിൽക്കുന്നത് നിന്റെ മേൽ കിടക്കുന്ന ദൈവനിയോഗങ്ങളായിരിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പനി അവളെ വിട്ടുമാറി അവരെ ശുശ്രൂഷിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ചില രോഗങ്ങൾ മാറിയാൽ മാത്രമേ ശുശ്രൂഷകൾ വെളിപ്പെടത്തുള്ളൂ. ചില രോഗങ്ങൾ മാറിയാൽ മാത്രമേ ശുശ്രൂഷകൾ വെളിപ്പെടത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, നിന്റെ ശുശ്രൂഷ വെളിപ്പെടാതെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ചില രോഗത്തിൻ്റെ ശക്തികളാണ്. ഇന്ന് പകൽക്കാലം ഈ ദൂത് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ദൂത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു നിമിഷം അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവകൃപയുമായി കണക്ട് ആയാട്ടെ. ഈ ആരാധനയ്ക്കകത്ത് ശുശ്രൂഷയെ ബന്ധിക്കുന്ന രോഗങ്ങൾ, ശുശ്രൂഷയുടെ തീവ്രത ജലിക്കാതെ നിൽക്കുന്ന രോഗങ്ങൾ, ചില ക്ലൈമറ്റുകളുമായി പൊരുത്തപ്പെടാതെ, ചില യാത്രകളുമായി പൊരുത്തപ്പെടാതെ, ചില സിസ്റ്റങ്ങളുമായി പൊരുത്തപ്പെടാതെ നിൽക്കുന്ന രോഗത്തിൻ്റെ ആത്മാക്കൾ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഹീൽ ചെയ്യപ്പെടാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. Every manner of disease that stand against the commissioning of God, that stand against the appointment of God, I break it in Jesus' name. ഇന്ന് പകൽ നിന്റെ നിയോഗത്തെ തടയുന്ന രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു നിമിഷം കരമടിച്ച അന്യഭാഷകളിൽ let the power of healing, let the authority of healing work against every manner of disease that stand against the ministry, the appointment, the commission of God. Lord, make it belongs matani. ഒരേ സമയം ഇവിടെ ഒരു കാര്യം നടക്കുകയാണ്. യേശു അവളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. രോഗം മാറി, ശുശ്രൂഷ വെളിപ്പെട്ടു. രോഗം മാറി, ശുശ്രൂഷ വെളിപ്പെട്ടു. ചില രോഗങ്ങൾ നിന്നെ വിട്ടു മാറിയാൽ എന്തോ സംഭവിക്കും? ശുശ്രൂഷ വെളിപ്പെടും. എങ്കിൽ ഞാനതിനെ തിരിച്ചു പറയാം. ചില ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ എന്ത് സംഭവിക്കണം? രോഗങ്ങൾ മാറണം. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ചില രോഗങ്ങൾ മാറും, അത് ശുശ്രൂഷ വെളിപ്പെടും? ആമേൻ. എന്നോട് ചേർന്ന് പറഞ്ഞ്, രോഗം മാറും, ശുശ്രൂഷ വെളിപ്പെടും. ഞാൻ മുൻപോട്ട് പോവുകയാണ്. അപ്പം നിയോഗമുള്ളവൻ്റെ നേരെ ഒരു രോഗാത്മാവിൻ്റെ പോരോ കാണും. 2 സംഖ്യാപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സംഖ്യാപുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ മോശ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവമേ, എന്ത് ചെയ്യണം? അവളെ സൗഖ്യമാക്കണം. സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു രോഗം സംഭവിച്ചു. ആരാണ് രോഗിയായി തീർന്നത്? മിരിയാമാണ് രോഗിയായി തീർന്നത്. ആരാധിക്കും, പാടും, കൈകൊട്ടും, തപ്പുണ്ട്, അമേൻ, പ്രവാചക അഭിഷേകമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? രോഗിയായി തീർന്നു. അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 10-ാം വാക്യത്തിൽ അമേൻ, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മേഘം കൂടാരത്തിൽ നിന്ന് നീങ്ങിപ്പോയി. മേഘം കൂടാരത്തിൽ നിന്ന് നീങ്ങിപ്പോയി. മിരിയാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി തീർന്നു. അമേൻ. അഹരോൻ മിരിയാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയെന്ന് കണ്ടു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ചില രോഗങ്ങൾ സംഭവിച്ചതിൻ്റെ കാരണം കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് എന്തു പോയി? മേഘം പോയി. ഹോളി സ്പിരിറ്റ് ചില രോഗങ്ങൾ നിനക്കൊരടയാളം തരികയാണ്. യു ലോസ്റ്റ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, യു ലോസ്റ്റ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എവിടെയോ നിന്റെ മേൽ വീണ അഭിഷേകം കുറഞ്ഞതുകൊണ്ട്, എവിടെയോ നിന്റെ മേൽ വീണ ദൈവകൃപ കുറഞ്ഞുവെന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ് നിന്റെ മേൽ വെളിപ്പെടുന്ന രോഗങ്ങൾ. യേശുവിൻ്റെ നാമത്തിൽ ജയം. മിരിയാം
നീ രോഗിയായി. മിരിയാം രോഗിയായെന്നുള്ളത് അകത്തു നിന്ന് അഹരോൻ കാണുന്നതിന് മുൻപേ പുറത്തു നിന്ന മോശയ്ക്ക് മനസ്സിലായി. കാരണം കൂടാരത്തിന് മുകളിൽ നിന്ന് എന്തുപോയി? The cloud departed from the tabernacle. ഇന്ന് പകൽ നീ തിരിച്ചറിയണോ? ആമേൻ, ആമേൻ. നിന്റെ ശരീരത്തിൽ നിന്ന് ദൈവമഹത്വം കുറഞ്ഞു പോയാൽ രോഗങ്ങൾ സംഭവിക്കും. ആമേൻ. നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ദൈവ സാന്നിധ്യം കുറഞ്ഞു പോയാൽ രോഗങ്ങൾ സംഭവിക്കും. ഞാൻ എന്നെ തന്നെ മുന്നിൽ നിർത്തി പറയുകയാണ്, സഭയ്ക്കകത്ത് ദൈവ സാന്നിധ്യം കുറഞ്ഞാൽ, സഭയ്ക്കകത്തു നിന്ന് ക്ലൗഡ് ഡിപ്പാർട്ട് ചെയ്താൽ സഭയ്ക്കകത്ത് രോഗികൾ ജനിക്കും. സോ ഞാൻ ഭയത്തോടെ പറയുന്നു, ദൈവ സാന്നിധ്യം, let the cloud be in the midst of the church. Let the glory be in our church. Tell Jesus. ഇത് ക്യാൻസറുകാരുടെ സഭയല്ല, ഇത് ഡയബറ്റീസുകാരുടെ സഭയല്ല, ഇത് പ്രഷറുകാരുടെ സഭയല്ല. This is the church of cloud. Let the cloud be upon us and let us be in the power of healing. Amen. Amen. മഹത്വം നിൽക്കുന്നിടത്ത്, ക്ലൗഡ് നിൽക്കുന്നിടത്ത് ഹീലിംഗ് ഉണ്ട്. നിസാന്നിധ്യത്തിൽ നിൽക്ക്, സൗഖ്യം അവിടെയുണ്ട്. ആമേൻ. എന്നാൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ എട്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവനോട് അവൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടല്ല, സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞതെന്ത്? Why the cloud departed? എന്തുകൊണ്ടാണ് മഹത്വം നഷ്ടപ്പെട്ടു പോയത്? ശ്രദ്ധിച്ചേ, എന്തുകൊണ്ടാണ് മഹത്വം നഷ്ടപ്പെട്ടു പോയത്? ആമേൻ. മോശയ്ക്ക് വിരോധമായിട്ടുള്ള സംഭാഷണത്തിന് ഇവർ ശങ്കിച്ചില്ല. They were not afraid to speak against the servant Moses. ദൈവത്തിൻ്റെ ദാസനായ മോശയ്ക്ക് നേരെ സംസാരിപ്പാൻ എന്ത് ചെയ്തില്ല? ശങ്കിച്ചില്ല. അത് മുഖാന്തരം ഇവരുടെ വായിൽ നിന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറയാം, വിമർശനത്തിൻ്റെ വാക്കുകൾ, ആക്ഷേപത്തിൻ്റെ വാക്കുകൾ, പിറുപിറുപ്പിൻ്റെ വാക്കുകൾ ഇവരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം എന്ത് ചെയ്തെന്നറിയാമോ? കൂടാരത്തിൽ നിന്ന് പോയി, പകരം രോഗം കടന്നു വന്നു. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഇവിടെ ഞങ്ങൾ ആരെങ്കിലും വിമർശിച്ച് പ്രസംഗിക്കാറുണ്ടോ? ഇല്ല. രഹബോത്തിനെ ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നത് വിമർശിക്കാനല്ല, രഹബോത്തിനെ ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നത് കുറ്റപ്പെടുത്താനല്ല. ആമേൻ. വിമർശനങ്ങളും കുറ്റങ്ങളും അത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പിശാചിൻ്റെ ആയുധങ്ങളാണ്. ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മൾ ഒരിക്കലും ആരായി തീരരുത്? വിമർശകരായി തീരരുത്. ഒരു പാസ്റ്ററിനെയും വിമർശിക്കേണ്ട, ഒരു സഭയെയും വിമർശിക്കേണ്ട, ഒരു മതത്തെയും വിമർശിക്കേണ്ട. ആമേൻ. നമുക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ എന്തിനാ വേറൊരുത്തനെ ഡിബേറ്റ് ചെയ്യാൻ പോകുന്നത്? ആമേൻ. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്, നമ്മുടെ നാഥൻ ക്രിസ്തുവാണ്, നാം അനുഗമിക്കുന്നത് അവൻ്റെ കാൽച്ചുവടുകളെയാണ്. ആമേൻ. യേശു കർത്താവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളുടെ അടുക്കൽ പറയട്ടെ, ആമേൻ, വിമർശനങ്ങൾ രോഗത്തിൻ്റെ വാതിലുകളെ തുറക്കും. ഞാൻ ആവർത്തിക്കട്ടെ, വിമർശനങ്ങൾ രോഗത്തിൻ്റെ വാതിലുകളെ തുറക്കും. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, വിമർശനങ്ങൾ രോഗത്തിൻ്റെ വാതിലുകളെ തുറക്കും. വിമർശനങ്ങൾ രോഗത്തിൻ്റെ വാതിലുകളെ തുറക്കും. നിങ്ങളായിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യരുത്? രോഗത്തിൻ്റെ വാതിലുകളെ തുറക്കരുത്. നിങ്ങളുടെ മക്കളുടെ മേൽ രോഗത്തിൻ്റെ വാതിലുകളെ തുറക്കരുത്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മേൽ രോഗത്തിൻ്റെ വാതിലുകളെ തുറക്കരുത്. നീ ഒരുത്തനെ വിമർശിക്കുമ്പോൾ, നീ ഒരുത്തനെ ആക്ഷേപിക്കുമ്പോൾ, നീ ഒരുത്തനെ പരിഹസിക്കുമ്പോൾ, നീ ഒരുത്തന് തെറ്റായി സംസാരിക്കുമ്പോൾ നീ രോഗത്തിൻ്റെ വാതിലുകളെ തുറക്കുകയാണ്. ഞാൻ രഹബോത്തിലെ ദൈവമക്കളോട് പറയട്ടെ, നമ്മൾ വിമർശകരല്ല, നമ്മൾ പരിഹാസികളല്ല, നമ്മൾ കുറ്റം പറയുന്നവരല്ല. ആമേൻ. ദോഷം കാണാതെ വണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നവരാണ്? നമ്മുടെ കണ്ണ് അടച്ചു കളയുന്നവരാണ്. ഇന്ന് പകൽ ദൈവസഭയ്ക്കകത്ത് രോഗികൾ ഉണ്ടാകരുത്. അതിന് നാം വിമർശനത്തിൻ്റെ വായുകൾ നമ്മളിൽ ഉണ്ടാകരുത്. എത്രത്തോളം നമ്മുടെ അധരങ്ങൾ വിശുദ്ധമായിരിക്കുമോ, എത്രത്തോളം നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുമോ, അത്രത്തോളം നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, ആമേൻ, ദൈവത്തിൻ്റെ മുൻപാകെ ആരാധിക്കുന്ന സറാഫുകളെ ശ്രദ്ധിച്ചാൽ അവരുടെ ആരാധനയുടെ ശബ്ദം എന്താണെന്നറിയാമോ? സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. They were speaking of the holiness and the sanctity of the Lord. അവർ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്
സംസാരിക്കും. അവർ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കും. ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്നവൻ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കും. പിശാചിനാൽ തൂണ്ടപ്പെടുന്നവൻ മനുഷ്യൻ്റെ അശുദ്ധിയെക്കുറിച്ച് സംസാരിക്കും. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുമോ, മനുഷ്യൻ്റെ അശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുമോ? ആമേൻ. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, ഞാൻ മനുഷ്യൻ്റെ അശുദ്ധിയെക്കുറിച്ചല്ല, ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കാം. മനുഷ്യൻ്റെ അശുദ്ധിയെക്കുറിച്ചല്ല, ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്. അടുത്തിരിക്കുന്നവരുടെ അടുക്കൽ കൈ കൊടുത്തിട്ട് പറഞ്ഞ്, മനുഷ്യൻ്റെ അശുദ്ധിയെക്കുറിച്ചല്ല, ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്. മനുഷ്യൻ്റെ അശുദ്ധിയെക്കുറിച്ചല്ല, ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്. അപ്പോൾ വിമർശനത്തിൻ്റെ വായ് നീ തുറക്കുമ്പോൾ നീ രോഗത്തിൻ്റെ വാതിലുകളെ തുറക്കുകയാണ്. ഞാൻ വേഗത്തിൽ ഒന്നുകൂടെ പറഞ്ഞ് മുമ്പോട്ട് പോകുന്നു. ദൈവസഭയ്ക്കകത്ത് ഒരു കുടുംബത്തിൽ പോലോ ഒരു വ്യക്തി പോലോ രോഗത്തിൻ്റെ വാതിലിനെ തുറക്കരുത്. അത് വിമർശനത്തിൻ്റെ വായാണ്. സ്തോത്രം. ആമേൻ. അടുത്തതായി എന്തുകൊണ്ട് രോഗം സംഭവിക്കുന്നു? 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, സൗഖ്യമാകാത്ത പരിക്കളാൽ, സൗഖ്യം ആകാത്ത പരിക്കളാൽ, ദാറ്റ് നോട്ട് ക്യൂറബിൾ, സൗഖ്യമാകാത്ത പരിക്കളാൽ നിന്റെ ഉള്ളങ്കാൽ തുടങ്ങി നെറുക വരെ ബാധിക്കും. ആമേൻ. ഇൻക്യൂറബിൾ ഡിസീസസ്. എവിടെയെങ്കിലും ആമേൻ മരുന്നില്ലാത്ത ഒരു രോഗം വെളിപ്പെടുന്നെങ്കിൽ അതെന്താണെന്നറിയാമോ? അത് ദൈവത്തിൻ്റെ ബാധയാണ്. ഞാൻ പറയട്ടെ, അതിൻ്റെ മുകൾ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ദൈവത്തെ കോപിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകലുന്നത് കൊണ്ടാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പെട്ടകം പിടിച്ചു വെച്ച ഫെലിസ്ത്യർ രോഗികളായി തീർന്നു. പെട്ടകം പിടിച്ചു വെച്ച രോഗികൾ, ഫെലിസ്ത്യർ രോഗികളായി തീർന്നു. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഇസ്രായേലിയരുടെ ദൈവത്തിൻ്റെ പെട്ടകം വിട്ടയക്കുന്നുവെങ്കിൽ വെറുതെ അയക്കാതെ ഒരു പ്രായശ്ചിത്തവും അവന് കൊടുത്തയക്കണം. അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം വരും. സ്തോത്രം. ഇസ്രായേലിൻ്റെ പെട്ടകം ഉണ്ടെങ്കിലേ അവൻ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നറിയാമോ? അവൻ ആരാധിക്കാൻ കഴിയത്തുള്ളൂ, അവന് ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറയാം, വേറൊരുത്തൻ്റെ ആരാധനയെ തടഞ്ഞാൽ, വേറൊരുത്തൻ്റെ ആത്മീയതയെ തടഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ആമേൻ. രോഗം സംഭവിക്കും. കണ്ടോ, പെട്ടകത്തെ പിടിച്ചു വെച്ചവന് രോഗം സംഭവിച്ചു. ദൈവത്തെ കോപിപ്പിച്ചാൽ അത് ദൈവിക ബാധയായി സംഭവിക്കും. ആമേൻ. 38-ാം സങ്കീർത്തനം 3-ാം വാക്യം നമ്മൾ ആരംഭത്തിൽ വായിച്ചതാണ്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്, നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. ആമേൻ. 41-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, നിന്നോടല്ലോ യഹോവേ ഞാൻ പാപം ചെയ്തത്, ആകയാൽ എനിക്ക് എന്തു സംഭവിച്ചു? ഒരു സൗഖ്യം ആവശ്യമായിരിക്കുന്നു. ജീവിതത്തിൽ പാപം സംഭവിച്ചാൽ അത് രോഗമായി വെളിപ്പെടും. അതുകൊണ്ടാണ് ആമേൻ കൊരിന്ത്യ ലേഖനത്തിൽ വിളിച്ചു പറഞ്ഞത്, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. അല്ല എങ്കിൽ അവൻ തിന്നുന്നതും കുടിക്കുന്നതും ശിക്ഷാവിധിയായി തീരും. ഇത് മുഖാന്തരം, ആ ശിക്ഷാവിധി മുഖാന്തരം നിങ്ങളിൽ ചിലർ രോഗികളും ബലഹീനരുമായി തീരും. പക്ഷേ അടുത്ത ഭാഗം പറയുകയാണ്, അത് ലോകത്തോന്റെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ അത് ദൈവം നൽകുന്ന ബാലശിക്ഷയാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, രോഗങ്ങൾ ചിലപ്പോൾ ദൈവം നമ്മളോട് നീരസമാണെന്ന്, ദൈവത്തിന് നമ്മളോട് ഒരു തിരുത്തൽ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളങ്ങളായിരിക്കും. ഞാൻ പറയട്ടെ, ചില രോഗങ്ങൾ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ചില രോഗങ്ങൾ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. നീ മാനസാന്തരപ്പെട്, നീ തിരിയെ, ഇതല്ല നിന്റെ വഴി, ഇതല്ല നിന്നെക്കുറിച്ചുള്ള ഉദ്ദേശം, ഇതല്ല എനിക്ക് നിന്നെക്കുറിച്ചുള്ള പർപ്പസ്. അത് ദൈവത്തിൻ്റെ കറക്ഷനുകളാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മളോട് ദൈവത്തിന് എന്തോ പിണക്കമുണ്ടെന്ന്, നമ്മളോട് നമ്മുടെ ജീവിതത്തിൽ ദൈവം സാറ്റിസ്ഫൈഡ് അല്ല എന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു മീഡിയമാണ് എന്ത്? രോഗങ്ങൾ. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ടെ, എൻ്റെ ചില രോഗങ്ങൾ ഞാൻ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനുള്ള, ഞാൻ മാനസാന്തരപ്പെടുവാനുള്ള, ഞാൻ ആത്മീയമായി ഒന്നും കൂടെ റിജനുവേറ്റ് ചെയ്യപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ റിമൈൻഡറുകളാണ്. ഈ രോഗം എൻ്റെ തകർച്ചയ്ക്കല്ല, ഈ രോഗം എൻ്റെ സ്പിരിച്വൽ എംപവറിങ്ങിന്, എൻ്റെ എഡിഫിക്കേഷന് വേണ്ടിയുള്ളതാണ്.
കണ്ടോ? അപ്പം രോഗം വരുന്നതിൻ്റെ കാരണങ്ങൾ: ഒന്ന്, നിയോഗത്തെ തടയുന്ന രോഗങ്ങൾ; രണ്ട്, നമ്മുടെ വിമർശനങ്ങൾ മുഖാന്തരം നാം തുറക്കുന്ന രോഗത്തിൻ്റെ വാതിലുകൾ; മൂന്ന്, ദൈവത്തിന് നമ്മളോട് നീരസം വരുമ്പോൾ നമ്മളെ കറക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ദൈവം നമ്മളെ രോഗത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആമോസിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആമോസിൻ്റെ പുസ്തകത്തിൽ പറയുകയാണ്, കൊയ്ത്തിന് 3 മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളഞ്ഞു. എന്തിനാണെന്നറിയാമോ? കൊയ്ത്തിന് 3 മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളഞ്ഞു, എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. അപ്പം കൊയ്ത്തിന് 3 മാസം ഉള്ളപ്പോൾ മഴ മുടക്കിയതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ആമേൻ. എന്നാലെങ്കിലും ഇവൻ എന്ത് ചെയ്യട്ടെ? ഇവൻ എൻ്റെ അടുക്കലേക്കൊന്ന് തിരിഞ്ഞു വരട്ടെ. ജീവിതത്തിലെ ചില നന്മയുടെ വാതിലുകൾ അടയുമ്പോൾ, ജീവിതത്തിലെ ചില രോഗങ്ങൾ കടന്നു വരുമ്പോൾ, അതിൻ്റെ അകത്ത് ദൈവം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെയെങ്കിലും ഇവൻ എന്ത് ചെയ്യും? എൻ്റെ അടുക്കലേക്കൊന്ന് മടങ്ങി വരും. നമ്മൾ സങ്കടപ്പെടാനല്ല, നമ്മൾ ഭാരപ്പെടാനല്ല, പകരം നമ്മൾ ദൈവത്തിങ്കിലേക്ക് അടുത്തു ചെല്ലാനാണ് അതിനകത്തും ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. അടുത്തതായി എന്തുകൊണ്ട് രോഗം കടന്നു വരുന്നു? യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ, അവർ സർവ്വജനത്തെയും പരിച്ഛേദന ചെയ്ത് തീർന്ന ശേഷം അവർക്ക് സൗഖ്യമായതുവരെ അവർ പാളയത്തിൽ താന്താങ്ങളുടെ സ്ഥലത്ത് പാർത്തു. ഇവിടെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പുരുഷ പ്രജ മുഴുവൻ രോഗികളാണ്, അവർ മുറിവേറ്റവരാണ്, അവർ വേദനപ്പെട്ടിരിക്കുകയാണ്. എന്താണ് കാരണമെന്നറിയാമോ? അവർ പരിച്ഛേദന ചെയ്തു. ആമേൻ. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചോ അതിൻ്റെ ഒരു ഹീലിംഗ് പീരീഡ് ഉണ്ട്, അതിൻ്റെ ഒരു ക്യൂറിംഗ് പീരീഡ് ഉണ്ട്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആമേൻ, ദൈവവുമായിട്ട് ബന്ധം ചേരുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആമേൻ ചില മുറിവുകൾ സംഭവിക്കാം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ദൈവത്തിന് വേണ്ടി വില കൊടുത്തു നിൽക്കേണ്ടി വരും. ആമേൻ. ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ട് എനിക്ക് ഈ രോഗം, എന്തുകൊണ്ട് എനിക്ക് ഈ പ്രശ്നം, എന്തുകൊണ്ട് എനിക്ക് ഈ വേദന? ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് നിന്റെ നിയോഗത്തിന് നീ കൊടുക്കുന്ന വിലയാണ്, അത് നിന്റെ നിയോഗത്തിന് നീ കൊടുക്കുന്നതായ പ്രൈസിംഗ് ആണ്. ആമേൻ. അവരെ ഇസ്രായേലിലെ ആൺപ്രജകൾ ദൈവത്തിനുള്ളവരാണ്. പക്ഷേ ക്രൂരമായിരിക്കുന്ന, മാനുഷിക കണ്ണിൽ ക്രൂരമായിരിക്കുന്ന ഒരു പ്രോസസ്സിൽ കൂടെയാണ് എന്താകുന്നതെന്നറിയാമോ? അവൻ ദൈവത്തിന് മകനായി തീരുന്നത്. ജനിച്ച് 8 ദിവസം പ്രായമുള്ള ഒരു ചോരക്കുഞ്ഞ്, ജനിച്ച് 8 ദിവസം പ്രായമുള്ള ഒരു ചോരക്കുഞ്ഞ്, ആ ചോരക്കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയ, അവൻ്റെ ലൈഫിനകത്തെ ഏറ്റവും ക്രൂഷ്യൽ പാർട്ട് അവിടെ മുറിവേൽപ്പിക്കുകയാണ്. വേദനപ്പെടുന്നുവെന്ന് പറയാൻ കഴിയാത്ത ഒരു കൊച്ചുകുഞ്ഞിനെ പിടിച്ചു നിർത്തി അവൻ്റെ ജനനേന്ദ്രിയത്തിൽ അവൻ മുറിവ് സംഭവിക്കുമ്പോൾ ആ കൊച്ചുകുഞ്ഞിന് ഒരുപക്ഷെ ഇൻഫെക്ഷൻ സംഭവിക്കാം, ഒരുപക്ഷെ മരണം വരെ എന്ത് ചെയ്യുക അതിനകത്തുനിന്ന് സംഭവിക്കാൻ കഴിയുന്ന സാധ്യതയാണ്. പക്ഷേ കർത്താവ് പറയുകയാണ്, ജനിച്ച 8-ാം നാൾ അവൻ്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുമ്പോൾ, അവനൊരു രോഗത്തിൽ കൊണ്ട് വേദനയിൽ കൂടി കടന്നു പോകുമ്പോൾ, അവൻ അലറി കരയുമ്പോൾ, ഞാൻ അവനെ എനിക്കുള്ളവനെന്ന് വേർതിരിക്കുകയാണ്. ഇന്ന് പകൽ നീ അറിയണം, അമേ, ചില കണ്ണുനീരുകൾ നിന്നെ ദൈവത്തിനുള്ളവനാക്കി തീർക്കുകയാണ്. ചില അലമുറയിട്ട കരച്ചിലുകൾ, ചില അലറി കരച്ചിലുകൾ, അത് നിന്നെ ദൈവത്തിനുള്ളവനാക്കുകയാണ്. ആമേൻ. ഇസ്രായേലിൻ്റെ നടുവിൽ ചെന്ന് ചോദിക്കണം, എന്തിനായി ക്രൂരത കാണിക്കുന്നത്? ഇവൻ ദൈവത്തിനുള്ളവനായി വേർതിരിക്കപ്പെടുവാൻ വേണ്ടിയുള്ളവനാണ്. ആമേൻ. പിൽക്കാലത്ത് യഹൂദൻ്റെ പ്രശംസ എന്താണെന്നറിയാമോ? ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. പറയുമ്പോൾ ഒറ്റ വാക്കിനകത്ത് തീരോ. പക്ഷെ ജനിച്ച ചോരക്കുഞ്ഞിനെ 8-ാം നാളിൽ ആമേൻ കൽക്കത്തി കൊണ്ട് ആമേൻ പരിച്ഛേദന ചെയ്യുമ്പോൾ ആ പൊടിക്കുഞ്ഞ് വേദന എന്തെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആ നാളിൽ അവൻ അലമുറയിട്ട് കരയുമ്പോൾ സ്വർഗം പറയുകയാണ്, ഇവന്റെ കരച്ചിലിന് മുൻപാകെ ഞാൻ പ്രഖ്യാപിക്കുന്നു, he belongs to me, he belongs to my kingdom. അലമുറയിട്ട് കരഞ്ഞിട്ടുണ്ടോ? നൊന്ത് വേദനപ്പെട്ട് കരഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു കാര്യം അറിയണം, ആ കണ്ണുനീരിൻ്റെ നടുവിൽ നീ അലമുറയിട്ട് കരയുമ്പോൾ സ്വർഗം പറയുകയായിരുന്നോ, നീ എനിക്കുള്ളവൻ തന്നെ, നീ എനിക്കുള്ളവൻ തന്നെ.
ലാസറിൻ്റെ ദീനത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ അടുക്ക പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 11:4, ഈ ദീനം മരണത്തിനല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. ഇന്ന് പകൽ നീ കടന്നു പോകുന്ന ചില രോഗങ്ങളെ നോക്കിയിട്ട് പറ, സൺ ഓഫ് ഗോഡ് ആൻഡ് ഗോഡ് ഷാൽ ബി ഗ്ലോറിഫൈഡ്. ദൈവം മഹത്വപ്പെടോ, ദൈവപുത്രൻ മഹത്വപ്പെടോ. യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനോ എൻ്റെ മഹത്വത്തിന് എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ ഈ രോഗങ്ങൾ കടന്നു വരുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് മുമ്പോട്ട് കയറാം. സ്തോത്രം. 1, ജീവിതത്തിൽ നിയോഗത്തിനെതിരായി രോഗങ്ങൾ കടന്നു വരിക. 2, നമ്മുടെ വിമർശനങ്ങൾ രോഗത്തിൻ്റെ വാതിലുകളെ തുറക്കുക. 3, ദൈവം നമ്മളോട് നീരസപ്പെട്ടാൽ, ദൈവിക ബന്ധത്തിന് ഇടിവ് വന്നാൽ നമ്മൾ രോഗികളായി തീരാം. 4, സ്തോത്രം. 4, ദൈവികമായ ചില ബന്ധങ്ങൾക്ക് ദൈവത്തിന് നാം വില കൊടുക്കുമ്പോൾ അത് ഒരു രോഗമായി കടന്നു വരാം. അടുത്തത് 5ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം. എന്തുകൊണ്ട് രോഗം സംഭവിക്കുന്നു? അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10ാം അധ്യായം 38ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും. അടുത്ത ഭാഗം എന്നോട് ചേർന്നൊന്ന് വായിച്ചേ. പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കി. അവർക്ക് സൗഖ്യം ആവശ്യമായിരുന്നു. കാരണം അവർ പിശാച് ബാധിച്ചവരായിരുന്നു. ചില രോഗങ്ങളുടെ പിമ്പിൽ എന്തുണ്ടെന്നറിയാമോ? അതൊരു പൈശാചിക ബാധയാണ്. പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കി. അപ്പോൾ ആമേൻ, ചില രോഗങ്ങൾ അത് രോഗമല്ല, അതിൻ്റെ പിമ്പിൽ ഒരു ദുരാത്മാവുണ്ട്. യേശു കർത്താവ് താബോർ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു അപ്പൻ തൻ്റെ മകനെ കൊണ്ട് കടന്നു വരികയാണ്. ആ അപ്പൻ കൊണ്ടുവരുന്ന മകൻ്റെ അസുഖം ചിത്തഭ്രമമെന്നാണ് പറയുന്നത്. ആമേൻ, ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് ഇപ്പോൾ കയറുന്നില്ല. ഏതാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ട് വരെ അമേരിക്കയിൽ പോലും ഈ രോഗത്തെ ചിത്തഭ്രമമെന്നാണ് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ മാറ്റം കൊണ്ട് മനുഷ്യനുണ്ടാകുന്ന ഒരു രോഗം. എന്നാൽ പിന്നീട് പറഞ്ഞു ഇല്ല, അത് എപ്പിലെപ്സിയാണെന്ന് പറഞ്ഞു. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 9ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യേശു കർത്താവ് താബോർ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ രൂപാന്തര മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗിയായ ബാലനെ കൊണ്ട് ഒരു അപ്പൻ വന്ന് നിൽക്കുകയാണ്. എന്താണ് രോഗമെന്നറിയാമോ? ആമേൻ. അവനിങ്ങനെ ഇടയ്ക്ക് താഴെ വീണാൽ പിന്നെ ബോധം പൊക്കണമൊന്നുമില്ല. എന്നിട്ട് കുറേ കഴിയുമ്പോൾ നൊരയും പതയും വരിക. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അപ്പനൊരു ജ്ഞാനമുണ്ടായിരുന്നു, ഈ അപ്പനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ അപ്പൻ ഈ രോഗത്തെ നോക്കിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 9ാം അധ്യായം 39ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഒരു ആത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവെ എന്ത് ചെയ്യുകയാണ്? നിലവിളിക്കുകയാണ്. അതവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു. പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. ഇത് കേട്ടാൽ ഒരു മെഡിക്കൽ ഡോക്ടർ എന്ത് പറയുന്നു അറിയാമോ? അയ്യോ, അത് എപ്പിലെപ്സി അല്ലേ. പക്ഷെ അപ്പൻ പറഞ്ഞു ഇത് എപ്പിലെപ്സി അല്ല, ഇതിൻ്റെ പിമ്പിൽ എന്താണ്? ഒരു ആത്മാവാണ് എന്ന് പറയുകയാണ്. ഞാൻ പറയട്ടെ, രോഗത്തെ രോഗമായി കാണണം, ആത്മാവിനെ ആത്മാവായി കാണണം. ആമേൻ. ഒരു ആത്മാവ് അവനെ പിടിച്ചിട്ട്, അതുകൊണ്ടാണ് പറയുന്നത് യേശു യേശു പരിശുദ്ധാത്മാവും ശക്തിയും നിറഞ്ഞവനായി. അടുത്ത ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്: പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, ഒരു ആത്മാവ് അവനെ ബാധിച്ച് പിടിച്ചിട്ട് അവൻ നിലവിളിക്കുന്നു. ആമേൻ. ശരീരത്തിൽ ചിലപ്പോൾ വേദനയായിരിക്കാം, ജീവിതത്തിൽ ചില രോഗങ്ങളുടെ പിമ്പിൽ വ്യാപരിക്കുന്ന ദുരാത്മ ശക്തികൾ. എൻ്റെ സഹോദരങ്ങളെ, ഇത് പാപിയോ ദോഷിയോ ആയ ഒരു മനുഷ്യനെ മാത്രമല്ല. കൊരിന്ത്യർക്ക് എഴുതിയ 2ാം ലേഖനം 12ാം അധ്യായം 7ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആമേൻ. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ആമേൻ. എന്നെ കുത്തുവാൻ സാത്താൻ്റെ ഒരു ദൂതൻ തന്നെ. അപ്പോൾ പൗലോസിന് വേണ്ടി ഒരു സാത്താന്യ ദൂതൻ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? പൗലോസിനെ കുത്തുവാൻ തക്കമുണ്ടോ? പൗലോസിനെ കുത്തുന്ന ഇതിനകത്ത് പൗലോസിനെ പിശാച് ആക്രമിക്കുമ്പോൾ, രോഗാത്മാവ് തന്നെ ആക്രമിക്കുമ്പോൾ, പൗലോസിന് മുമ്പിൽ എന്താണ് വെളിപ്പെടുന്നതെന്നറിയാമോ? പിശാചല്ല വെളിപ്പെടുന്നത്, പകരം തൻ്റെ അകത്തു കിടക്കുന്നതായ ഒരു പാപത്തെക്കുറിച്ച് താൻ ഓർമ്മ വരികയാണ്. പൗലോസ് പറയുകയാണ്, ആമേൻ,
ആമേൻ, പിശാച് രോഗാത്മാവ് എന്നെ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പിമ്പിൽ എന്നിലൊരു ദുർസ്വഭാവമുണ്ട്. ആമേൻ. അപ്പോൾ രോഗാത്മാവ് അറ്റാക്ക് ചെയ്തപ്പോഴും പൗലോസ് എന്ത് പ്രാപിക്കുകയാണെന്നറിയാമോ? വിശുദ്ധി പ്രാപിക്കുക, കൃപ പ്രാപിക്കുക, നീതീകരിക്കുകയല്ല, ന്യായീകരിക്കുകയല്ല. പകരം രോഗാത്മാവ് തന്നെ അറ്റാക്ക് ചെയ്യുമ്പോഴും താൻ വിശുദ്ധീകരണം പ്രാപിക്കുകയാണ്, താൻ കൃപ പ്രാപിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ചില രോഗങ്ങളുടെ പിമ്പിൽ, നിന്റെ ജഡത്തിൽ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുടെ പിമ്പിൽ, ആമേൻ, കറക്റ്റ് ഇൻ്റർവെല്ലിൽ നീ മരുന്ന് കഴിക്കുന്നതിൻ്റെ പിമ്പിൽ, കറക്റ്റ് ഇൻ്റർവെല്ലിൽ നീ ഡോക്ടറെ കാണുവാൻ, ആമേൻ, ഡേറ്റ് കലണ്ടറിൽ കുറിച്ചിട്ട് പോകുന്നതിൻ്റെ പിമ്പിൽ, അതിൻ്റെ പിമ്പിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്, അതിൻ്റെ പിമ്പിൽ ഒരു അപ്പോയിന്റഡ് സൈറ്റനിക് ഏഞ്ചൽ ഉണ്ട്. ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു? ആമേൻ, 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 ആമേൻ. ഈ ആരാധനയ്ക്കകത്ത് എന്നെ കുത്താൻ നിൽക്കുന്ന സാത്താന്റെ ദൂതനെയോ, എന്നെ പിടിക്കാൻ നിൽക്കുന്ന രോഗത്തിൻ്റെ ആത്മാവിനെയോ പൊളിച്ചു കളഞ്ഞ് ഞാൻ ആത്മാവിൻ്റെ ജയമെടുക്കുന്ന ഒരു ആരാധനയായിരിക്കും ഇത്. വിശ്വസിക്കുന്നവർ അൽഖുറിയോമോ സാംപ്രിമേനിയ ലാംപിമിനിയ പ്രിമാഷ്കരിയ കടകടകടകൽഖോറമഹസിയതാരിയ. രോഗം വരുന്നതിൻ്റെ 5 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ആമേൻ അടുത്ത ഭാഗത്തിലേക്ക് കയറാം. സ്തോത്രം. രോഗം വരുന്നതിന് 5 കാരണങ്ങൾ. 6ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 27-ാം വാക്യത്തിൽ അവിടെ എപ്പിഫ്രാദിത്തോസിനെ കുറിച്ച് പറയുകയാണ്. 25-ാം വാക്യത്തിൽ പേര് പറയുന്നുണ്ട് എപ്പിഫ്രാദിത്തോസ്. വേണ്ട, 27-ാം വാക്യം അവിടെ പറയുകയാകുന്നു, അവൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു സത്യം. അവൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു സത്യം. ഞാൻ ചോദിക്കാം, എങ്ങനെയാണ് എപ്പിഫ്രാദിത്തോസ് ഇത്ര സിക്കായി പോയത്? അതിൻ്റെ 30-ാം വാക്യത്തിൽ വരുമ്പോൾ, അതിൻ്റെ 30-ാം വാക്യത്തിൽ അതിൻ്റെ കാരണം പറയുന്നുണ്ട്. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. ആമേൻ. അതെന്തുകൊണ്ടാണ് താൻ രോഗിയായി തീർന്നതെന്നറിയാമോ? ആമേൻ. എന്തുകൊണ്ടാണ് രോഗിയായി തീർന്നത്? ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ വളരെ മനോഹരമായി അത് എഴുതിയിട്ടുണ്ട്. ആമേൻ. ഹി വാസ് നൈ അൺടു ഡെത്ത്, നോട്ട് റിഗാർഡിംഗ് ഹിസ് ലൈഫ്. ആമേൻ. ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? രോഗം സംഭവിച്ചു. ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് രോഗം സംഭവിച്ചു ജീവിതത്തിൽ. ആമേൻ. നോട്ട് റിഗാർഡിംഗ് ഹിസ് ലൈഫ്. ഞാൻ കുഞ്ഞുങ്ങൾ യവനക്കാരോട് പറയുകയാണ്, ആരോഗ്യമുള്ള നാളുകളിൽ ശരീരത്തെ തൃണവൽക്കരിച്ചാൽ നാളുകൾ കഴിയുമ്പോൾ അത് ശരീരത്തിൽ തിരിച്ചടിക്കുവാൻ തുടങ്ങും. ആമേൻ. there must be a discipline. ശരീരത്തിന് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങളുടെ ശരീരം ദൈവരാജ്യത്തിൻ്റെ വകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളുടെ ശരീരം നിങ്ങൾക്കുള്ളതല്ല, ഇത് ദൈവത്തിനുള്ളത്. ഇത് ദൈവത്തിനു മഹത്വമായി തീരേണ്ടതാണ്. ഈ ശരീരത്തെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നീ സംരക്ഷിക്കണം. ആമേൻ. ജീവിതത്തിൽ ഉദാസീനത, ശരീരത്തോടുള്ള ഉദാസീനത 2 വിധത്തിൽ സംഭവിക്കാം. ഒന്ന്, കെയർലെസ്നെസ്. ആമേൻ. ജീവിതത്തിൽ ശരീരത്തെ ശ്രദ്ധിക്കാതെ, ആമേൻ, ഓവർവെൽംഡ്, താൻ ശുശ്രൂഷയുടെ കുറവ് തീർക്കാൻ തൻ്റെ പ്രാപ്തിക്ക് മീതെ അധ്വാനിക്കുകയാണ്. എന്നാൽ മറ്റൊരു സംഗതിയുണ്ട്. ആമേൻ. അനാരോഗ്യകരമായ ഭക്ഷണം, അനാരോഗ്യകരമായിരിക്കുന്ന ജീവിത ശൈലികൾ. ആമേൻ. ചില ഭക്ഷണത്തോടുള്ള ആർത്തി, ചില മധുരത്തോടുള്ള ആർത്തി, ചില പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങളോടുള്ള ആർത്തി. ഈ ആർത്തി മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ അവൻ നോട്ട് റിഗാർഡിംഗ് ഹിസ് ലൈഫ്, അത് എന്ത് സംഭവിക്കുകയാണ്? രോഗിയാക്കി തീർക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ, ആരോഗ്യമുള്ള ഒരു ജീവിതം നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഭക്ഷണത്തിൻ്റെ മേൽ ഒരു ക്രമമുണ്ടായിരിക്കണം. ഭക്ഷണ കൊതിയൻ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാകത്തില്ല. ഭക്ഷണപ്രിയന് ആരോഗ്യമുള്ള ഒരു ജീവിതം ഉണ്ടാകത്തില്ല. ആമേൻ. ശരീരം ദൈവത്തിൻ്റെ ദാനമാണെന്നും ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ഈ ശരീരം ദൈവത്തിന് പ്രയോജനപ്പെടാനുള്ളതാണെന്നുമുള്ള ഒരു തിരിച്ചറിവിൽ വേണം എന്ത് ചെയ്യുവാൻ? ഈ ശരീരത്തെ കൊണ്ടു നടക്കുവാൻ. ആമേൻ. ഈ ശരീരം നാളെ എനിക്കൊരു ഭാരമായി തീരരുത് എന്നുള്ളൊരു തിരിച്ചറിവ് ഇതിനകത്തുണ്ടാകണം. സ്തോത്രം. ശരീരത്തെ നശിപ്പിക്കരുത്, ശരീരത്തെ ഇല്ലായ്മ ചെയ്യരുത്. അത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. ഞാൻ 2 ഭാഗങ്ങൾ ഇതിനോടകം പറഞ്ഞു. ഒന്ന്, എവിടെയെല്ലാം രോഗം വരാം. 2, എന്തുകൊണ്ട് രോഗം വരാം. ഇനി അടുത്ത ഒരു ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ, ആമേൻ, ഈ രോഗസൗഖ്യത്തിനു വേണ്ടി ഒരു മനുഷ്യൻ ആഗ്രഹമുള്ളവനായിരിക്കണം. രോഗങ്ങളുമായി സമരസപ്പെട്ട് ജീവിക്കരുത്.
ഞാൻ ആവർത്തിക്കട്ടെ, രോഗങ്ങളുമായി സമരസപ്പെട്ട് ജീവിക്കരുത്, അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകരുത്. എനിക്ക് ഈ രോഗമുണ്ട്, എൻ്റെ അപ്പച്ചനും ഈ രോഗമുണ്ട്, ഞങ്ങളുടെ കുടുംബക്കാർക്കെല്ലാം ഈ രോഗമുണ്ട്, അതുമായിട്ട് നീ അഡ്ജസ്റ്റ് ചെയ്തു പോകരുത്. രോഗങ്ങളെ കൊണ്ട് നടക്കുന്നില്ല, എനിക്ക് ഈ രോഗം വേണ്ട എന്ന് പറയാൻ കഴിയണം. ഹാഗാർ മകനെ കുറുങ്കാട്ടിൻ്റെ തണലിൽ കൊണ്ടിട്ടിട്ട് അവൾ ഒരു ഡിക്ലറേഷൻ നടത്തി. എന്താണെന്നറിയാമോ? എനിക്ക് ഈ കുഞ്ഞിൻ്റെ മരണം കാണണ്ട, എനിക്ക് ഈ രോഗം വേണ്ട. ആമേൻ. ജീവിതത്തിൽ സൗഖ്യത്തിനു വേണ്ടി ഒരു ആർത്തി ഉണ്ടാകണം. ആമേൻ. ഈ സൗഖ്യത്തിൽ കൂടെ മാത്രമേ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഹയർ ലെവലിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്നുള്ളൂ. കർത്താവ് ഒരു മനുഷ്യനെ സ്പിരിച്വാലിറ്റിയുടെ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് സൗഖ്യത്തിൽ കൂടെയാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഈ യെരമ്യാ പ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും. അപ്പം സൗഖ്യത്തിനകത്ത് 2 കാര്യമുണ്ട്. എന്താണ്? രോഗശാന്തി, ആരോഗ്യം. രോഗശാന്തിയും ആരോഗ്യവും വരുത്തി ഞാൻ അവരെ സൗഖ്യമാക്കുകയും. അടുത്തത് സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പം സമാധാനവും സത്യവും എന്നുള്ളത് സ്പിരിച്വൽ ആസ്പെക്റ്റാണ്. പക്ഷേ രോഗശാന്തിയും ആരോഗ്യവും ഫിസിക്കൽ ആസ്പെക്റ്റാണ്. അപ്പോൾ ഫിസിക്കൽ വെൽനെസ്സിൽ കൂടെയാണ് ദൈവം ഒരു മനുഷ്യനെ എന്ത് ചെയ്യുന്നത്? സ്പിരിച്വൽ വെൽബീയിങ്ങിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഒരു ശാരീരിക സൗഖ്യത്തിൽ കൂടെയാണ് ദൈവം ഒരുത്തരെ ആത്മീക നിറവിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ന് പകൽക്കാലം ആ വെളിപ്പാട് ദൈവജനത്തിനുണ്ടാകണം. രോഗശാന്തിയും ആരോഗ്യവും വരുത്തി സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയിലേക്ക്. ആകയാൽ രോഗശാന്തിയെ ആഗ്രഹിക്കണം, സൗഖ്യത്തെ ആഗ്രഹിക്കണം. ഞാൻ രോഗിയല്ല എന്ന് നിങ്ങളെ തന്നെ പഠിപ്പിക്കണം. നീ രോഗിയാകാൻ പ്രായമായിട്ടില്ല എന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തണം. ആമേൻ. രോഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന് പറയണം. വലങ്കരങ്ങളെ ഉയർത്തി പറഞ്ഞേ, ഞാനൊരു രോഗിയല്ല, ഞാനൊരു രോഗിയല്ല. ശബ്ദമുയർത്തി പറഞ്ഞേ, ഞാനൊരു രോഗിയല്ല, ഞാനൊരു രോഗിയല്ല. ശബ്ദമുയർത്തി പറഞ്ഞേ, ഞാനൊരു രോഗിയല്ല. ആമേൻ. അപ്പോൾ രോഗങ്ങളെ വെറുക്കുന്ന ഒരു മനസ്സുണ്ടാകണം. പലപ്പോഴും നമുക്ക് രോഗശാന്തി ലഭിക്കാത്തതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പുരുഷാരം അവനെ പിന്തുടർന്നു, പുരുഷാരം അവനെ പിന്തുടർന്നു. ലൂക്കോസ് 9:11. അടുത്ത ഭാഗം ഇങ്ങനെയാണ്, അവൻ അവരെ കൈക്കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിച്ചു. ആരോട് സംസാരിച്ചു? പിന്തുടർന്ന എല്ലാ പുരുഷാരത്തോടും യേശു എന്ത് ചെയ്തു? ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് കണ്ടോ? രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുകയും ചെയ്തു. ആമേൻ. നീഡ് ഓഫ് ഹീലിംഗ്. രോഗശാന്തിയോട് എന്ത് വേണം? ഒരു ആഗ്രഹമുണ്ടാകണം. രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കി. ആമേൻ. ഇന്ന് പകൽ സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞാട്ടെ, ആമേൻ, എനിക്ക് രോഗശാന്തി വേണം, എനിക്ക് രോഗശാന്തി വേണം. ആമേൻ. എനിക്ക് സൗഖ്യം വേണം. വായി തുറന്ന് പറഞ്ഞേ, ആമേൻ. നിങ്ങൾക്ക് എത്രത്തോളം ആഗ്രഹമുണ്ടോ അത്രത്തോളം ഉറക്കെ പറഞ്ഞേ, എനിക്ക് സൗഖ്യം വേണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം വേണം. രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കി. ആമേൻ. രോഗശാന്തി വെറുതെ വിടുന്ന സാധനമല്ല, രോഗശാന്തി ആവശ്യമുള്ളവർക്ക് നൽകുന്നതാണ്. ഞാൻ ആവർത്തിക്കട്ടെ, രോഗങ്ങളെ വെറുക്കണം, രോഗങ്ങളുമായി സമരസപ്പെട്ടു പോകരുത്. 2, രോഗശാന്തിയെ ആഗ്രഹിക്കണം. എനിക്ക് സൗഖ്യം വേണം. വായി തുറന്ന് പറഞ്ഞേ, എനിക്ക് സൗഖ്യം വേണം, എനിക്ക് സൗഖ്യം വേണം. സ്തോത്രം. ആമേൻ. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്ന ഒരു ഭാഗമുണ്ട്. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കനാന്യ സ്ത്രീ. അവൾ യേശുവിനെ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? വിടാതെ പിന്തുടരുകയാണ്. വിടാതെ പിന്തുടരുന്ന ആ യാത്രയിലാണ് അവൾ എന്ത് പ്രാപിക്കുന്നത്? സൗഖ്യത്തെ പ്രാപിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആർത്തിയുള്ളവനാണ് കർത്താവ് സൗഖ്യത്തെ നൽകുന്നത്. സൗഖ്യത്തിന് വേണ്ടി യേശുവിൻ്റെ അടുക്കൽ കനാന്യ സ്ത്രീ കടന്നു ചെല്ലുമ്പോൾ യേശു കർത്താവ് അവളെ ആദ്യം പറയുന്നത് നായ്ക്കുട്ടി എന്ന് പറഞ്ഞ് അവളെ തള്ളിക്കളയുകയാണ്. ഇവളുടെ മകൾക്ക് വേണ്ടിയാണ് ഇവൾ കടന്നു ചെല്ലുന്നത്. അപ്പോൾ ഇവളുടെ മകളെ കർത്താവ് വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? നായ്ക്കുട്ടി. അപ്പോൾ ഇവളുടെ പേരെന്താണ്? നായ. ആമേൻ. കുറച്ചും കൂടെ മലയാള ഭാഷയിൽ സാധാരണമായി നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്ക്, കുറച്ച് നാടൻ ഭാഷയിലൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ കർത്താവ് അവളെ എന്താ വിളിച്ചതെന്ന്. ആമേൻ. അപ്പോൾ അവിടെ നിന്നും ആ കർത്താവ്, ആമേൻ, ഈഗോ ഇല്ലാതെ അവൾ കർത്താവിനെ അനുഗമിക്കുകയാണ്.
കർത്താവിങ്കിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ആമേൻ. ഒരു 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 ഈഗോയിസ്റ്റിക് അപ്രോച്ചിനകത്ത് ഒരിക്കലും ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല, പ്രാപിക്കാൻ കഴിയത്തില്ല. അവൾ കർത്താവ് നോക്കുകയാണ്. ആമേൻ. ഈഗോയ്ക്ക് അവളെ തടുക്കാൻ കഴിയുന്നില്ല. ആമേൻ. റിജക്ഷൻ അവളെ തടുക്കാൻ കഴിയുന്നില്ല. അവൾ പിന്നെയും കർത്താവിനെ അനുഗമിക്കുമ്പോൾ അവൾ സൗഖ്യത്തെ പ്രാപിക്കുകയാണ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. അപ്പം രോഗശാന്തിക്ക് വേണ്ടി, സൗഖ്യത്തിനു വേണ്ടി ഒരു ആർത്തി ഉണ്ടാകണം. ഇനിയും എങ്ങനെ രോഗശാന്തി ഉണ്ടാകും? അവിടെയാണ് പ്രധാനമായി എൻ്റെ ശുശ്രൂഷ കിടക്കുന്നത്. ഞാൻ അവിടെയാണ് ഇന്ന് പകൽ ദൈവത്തിൽ ആശ്രയിച്ച് ശുശ്രൂഷിക്കുവാൻ പോകുന്നത്. ആമേൻ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായിക്ക. ഇനി അതിൻ്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്: അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. ആമേൻ. സ്പിരിച്വൽ ഫാദേഴ്സിനകത്തു നിന്ന് ലഭിക്കുന്നതായ ദൈവത്തിൻ്റെ വചനത്തെ എന്ത് ചെയ്യണമെന്നറിയാമോ? സ്വീകരിക്കണം. ആമേൻ. സ്പിരിച്വൽ ഫാദേഴ്സ് നൽകുന്നതായ ദൈവത്തിൻ്റെ വചനത്തിനകത്താണ് എന്ത് സംഭവിക്കുന്നത്? സൗഖ്യമുണ്ടാകുന്നത്. ആമേൻ. അതർവൈസ് ഞാൻ പറയാം, if you are ready to receive the word, you are receiving the healing of God. അതുകൊണ്ടാണ് 107-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ഒരു ഭാഗം പറഞ്ഞു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക: കർത്താവെ, വചനത്തെ അയച്ച് സൗഖ്യമാക്കണം. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക: കർത്താവെ, വചനത്തെ അയച്ച് സൗഖ്യമാക്കണം, വചനത്തെ അയച്ച് സൗഖ്യമാക്കണം. ഞാൻ പെട്ടെന്നൊരു ദർശനം കാണുകയാണ്. ഒരു പോസ്റ്റ് ബോക്സ് അതിങ്ങനെ ഫില്ലായി നിൽക്കുകയാണ്. അത് ഫില്ലായി നിൽക്കുകയാണ്. എന്നിട്ട് എൻ്റെ അടുക്കൽ ഇങ്ങനെ സ്പിരിറ്റിനകത്ത് ഞാനൊരു ബോധ്യം എനിക്ക് വരികയാണ്: ഇനിയും വചനം എവിടെ ചെല്ലാനാണ്? അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നുണ്ടെന്നറിയാമോ? He is sending his word, but nobody there to receive the word. ഞാനൊരു കാര്യം പറയട്ടെ, പലപ്പോഴും കർത്താവ് നമ്മുടെ മേൽ അയക്കുന്ന വചനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ലെന്നറിയാമോ? റിസീവ് ചെയ്യുന്നില്ല. വചനത്തെ റിസീവ് ചെയ്താൽ അതിനകത്ത് എന്തുണ്ട്? Amen. സൗഖ്യമുണ്ട്. Amen. You are carrying the word of God. Otherwise you are carrying the healing power of God. നീ ദൈവത്തിൻ്റെ വചനത്തെ കൊണ്ട് നടക്കുന്നെങ്കിൽ നീ ദൈവത്തിൻ്റെ സൗഖ്യത്തെ കൊണ്ട് നടക്കുകയാണ്. Amen. Whenever you accept the word of God, നീ ദൈവത്തിൻ്റെ വചനത്തെ റിസീവ് ചെയ്യുമ്പോൾ, അതിനെ അംഗീകരിക്കുമ്പോൾ, അതിനകത്ത് നീ കീഴടങ്ങുമ്പോൾ, അത് നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? സൗഖ്യത്തെ കൊണ്ടുവരികയാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തെ പുറകിലെറിഞ്ഞു കളയുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തോട് വിഘടിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെ ആമേൻ അതിനെ പൂർണ്ണമായി ഏറ്റെടുക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? രോഗത്തിന് നമ്മൾ വാതിലുകളെ തുറക്കുകയാണ്. ആമേൻ. വചനത്തെ നീ സ്വീകരിക്കുമ്പോൾ, പഴയ നിയമത്തിൽ ദൈവം വചനത്തെക്കുറിച്ച് പറയുന്നത് ഈ വചനം നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞാൽ ഈ വചനത്തെ എപ്പോഴും നീ എന്ത് ചെയ്തോണെന്നറിയാമോ? ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു വേർഡാണ് എഴുതിയിരിക്കുന്നത്, പോണ്ടറിറ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ രോഗങ്ങൾ, അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു, അവൻ എൻ്റെ അടിപ്പിണരുകളാൽ. ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക, പിറുപിറുക്കുന്നത് പോലെ ഇടവിടാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അവിടെയാണ് എന്തു സംഭവിക്കുന്നത്? ഒരു മനുഷ്യൻ്റെ അകത്ത് വചനം ആക്ടിവേറ്റ് ആകുന്നത്. ആമേൻ. അതിനെ രാപ്പകൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, എത്രത്തോളം വചനത്തെ നമ്മുടെ അകത്ത് പ്രവേശിപ്പിക്കുന്നോ അത്രത്തോളം സൗഖ്യങ്ങൾ സംഭവിക്കുകയാണ്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം. സ്തോത്ര. ഒന്ന്, വചനത്തെ റിസീവ് ചെയ്യുക. ഞാൻ 1-2 ഭാഗങ്ങളെ വേഗത്തിൽ പോകട്ടെ. 2, യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെശയ്യാ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന്. ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ. അപ്പം സൗഖ്യം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കണം. റിസീവ് ദ വേർഡ്. അടുത്തതായിട്ട് എന്ത് സംഭവിക്കണമെന്നറിയാമോ? മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കണം. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കൺവേർട്ട് ആൻഡ് ബി ഹീൽഡ്.
Wherever conversion happens, there the healing happens. മനസ്സിനൊരു തിരിവുണ്ടാകണം. തെക്കോട്ട് കിടക്കുന്ന മനസ്സിൻ്റെ കോമ്പസ് സൂചിക എങ്ങോട്ട് തിരിയണമെന്നറിയാമോ? വടക്കോട്ട് തിരിയണം. ഒരു യൂ ടേൺ സംഭവിക്കണം. നിന്റെ മനസ്സ് തിരിയാതെ നിന്റെ മനസ്സ് തിരിയാതെ ഇരിക്കുന്നിടത്തോളം എന്ത് സംഭവിക്കുകയാണെന്നറിയാമോ? ഹൃദയം തടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? ആമേൻ. സൗഖ്യങ്ങൾ അകന്നു പോവുകയാണ്. മനസ്സ് തിരിഞ്ഞാൽ സൗഖ്യമുണ്ടാകും. Wherever the conversion happens, ഒരു contrite spirit, ഒരു നുറുങ്ങുന്ന ഹൃദയം, ഒരു തിരിയുന്ന ഹൃദയമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സൗഖ്യം സംഭവിക്കും. ഞാൻ ഒന്നുകൂടെ ചോദിക്കുന്നു, മറുപടി ഒന്ന് ഉറക്കെ പറഞ്ഞേ. തിരിയുന്ന ഹൃദയമുണ്ടെങ്കിൽ സൗഖ്യം സംഭവിക്കും. അതുകൊണ്ടാണ് 103-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നിന്റെ അകർത്യമൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ആമേൻ, അവർ രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കാം. അപ്പോൾ എവിടെ ഒരു കൺവേർഷൻ, എവിടെ ഒരു മൈൻഡ് തിരിയുന്നോ അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? ആമേൻ, സൗഖ്യമുണ്ടാകുന്നത്. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരം സംഭവിക്കുന്നതിന് മുന്നമേ എവിടെയെങ്കിലും നമ്മൾ അതിന് തടസ്സമായി നിൽക്കുന്നെങ്കിൽ മാറിക്കൊള്ളണം. സ്തോത്രം. നമ്മുടെ ചില പിടിവാശികൾ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? എന്ത് ചെയ്യുക? പറഞ്ഞേ. സൗഖ്യത്തെ തടയുക. എൻ്റെ പിടിവാശി എൻ്റെ രോഗമാണ്. ആമേൻ. എത്ര പേർ എന്നോട് ചേർന്ന് പറയും, എൻ്റെ പിടിവാശി എൻ്റെ രോഗമാണ്, എൻ്റെ പിടിവാശി എൻ്റെ രോഗമാണ്, എൻ്റെ മൈൻഡ് തിരിയത്തില്ല, ആര് പറഞ്ഞാലും ഞാൻ കുലുങ്ങത്തില്ല. ഇതാണ് നിന്നെ എന്താക്കി തീർക്കുന്നത്? രോഗിയാക്കി തീർക്കുന്നത്. നിന്റെ പിടിവാശി നിന്റെ മരുന്നിൻ്റെ എണ്ണം കൂട്ടുകയാണ്. നിന്റെ പിടിവാശി നിന്റെ ഹോസ്പിറ്റൽ വിസിറ്റേഷൻ കൂട്ടുകയാണ്. നിന്റെ പിടിവാശി നിന്റെ ആരോഗ്യത്തെ ഇല്ലാതാക്കുകയാണ്. നിന്റെ പിടിവാശി നിന്നെ ബലഹീനനാക്കുകയാണ്. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ടെ, മനസ്സ് തിരിയുന്നിടത്ത് സൗഖ്യമുണ്ടാകും. ആമേൻ. മനസ്സ് തിരിയുന്നിടത്ത് സൗഖ്യമുണ്ടാകും. ഇരുമ്പിനെ ആർക്കും തിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇരുമ്പിനകത്ത് തീ പിടിച്ചാൽ എന്തോ സംഭവിക്കും? അത് വളയും. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ തീ പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? സ്തോത്രം. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ട് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുക. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ആമേൻ. നമ്മൾ രണ്ടുപേരിരുന്ന് പാപങ്ങളെ ഏറ്റുപറയുക. ഞാൻ എൻ്റെ പാപമെല്ലാം അങ്ങോട്ട് പറഞ്ഞു, അവിടുത്തെ പാപമെല്ലാം ഇങ്ങോട്ട് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയുക, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. നടക്കൂ? എടാ, ഇവൻ ഇങ്ങനെയൊക്കെ നടക്കുന്നെങ്കിൽ ഇതായിരുന്നോ പുള്ളി? തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയാം, പക്ഷെ ഏറ്റുപറഞ്ഞ ആ പുള്ളിയുടെ അടുക്കൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയാൻ പറ്റുമോ? വല്ലാത്ത കുരുക്ക യാക്കോബ് കൊണ്ടിടുന്നത്. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയണം. എൻ്റെ കയ്യിലിരിപ്പ് മൊത്തവും ഞാനങ്ങ് പറയണം, അവിടുത്തെ കയ്യിലിരിപ്പ് മൊത്തം ഞാനും കേൾക്കണം. ആ കയ്യിലിരിപ്പ് മൊത്തം കേട്ടിട്ട് ഞാൻ പറയണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. കയ്യിലിരിപ്പ് മൊത്തം കേട്ടിട്ട് നമ്മൾ വേണമെങ്കിൽ പുള്ളിക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. പക്ഷെ കയ്യിലിരിപ്പ് കേട്ട് കഴിഞ്ഞിട്ട് പറയണം, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞാൽ, ഇവൻ ഇത്രയും കയ്യിലിരിപ്പുള്ളവനാണെങ്കിലും അവൻ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അത് ക്ഷമിച്ചു. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് എഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ എന്ത് ചെയ്യുക? അംഗീകരിക്കുക. അപ്പം എൻ്റെ ബലഹീനതകളെ മാത്രം ഞാൻ അംഗീകരിച്ചാൽ പോരാ, അപരൻ്റെ ശുദ്ധീകരണത്തെ കൂടെ ഞാൻ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അവൾ വന്നിരുന്നു തുള്ളുന്നു. ഇത് ഞാൻ പറയുന്നിടത്തോളം എന്ത് ചെയ്യുകയാണെന്നറിയാമോ? എൻ്റെ സൗഖ്യത്തെ ഞാൻ തടയുകയാണ്. അവൻ്റെ പാപം മുഴുവനും ഞാൻ കേട്ടിട്ട് ഞാനിപ്പോൾ പറയുക, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. നമ്മളിൽ എത്ര പേർക്ക് കഴിയുമത്? അപരനെ അംഗീകരിക്കുന്നിടത്താണ് എന്ത് സംഭവിക്കുന്നത്? സൗഖ്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ചോദിക്കുക, യേശു കർത്താവിൻ്റെ കാലത്തോ? യേശു കർത്താവ് സുവിശേഷം അറിയാത്തവരോട് ദൈവരാജ്യത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പോയി ABCDയും 1 to 100 എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക്, നിങ്ങൾ പാസ്സാവുമോ? ഇല്ല. ആ കാലം കഴിഞ്ഞു, ആ സീസൺ കഴിഞ്ഞു, ആ ഫേസ് കഴിഞ്ഞു. സ്തോത്രം. അപ്പോൾ
മനസ്സ് തിരിയുന്നിടത്ത് സൗഖ്യങ്ങൾ സംഭവിക്കും. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം. എങ്ങനെ സൗഖ്യങ്ങൾ സംഭവിക്കും? ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യം. സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാരുള്ളവരൊക്കെയും അവരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തൻ്റെയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. ഓരോരുത്തൻ്റെയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. കൈവപ്പ് ശുശ്രൂഷയുടെ ഒരു 3 ഭാഗങ്ങളെ ഞാൻ പറയാം. കൈവപ്പ് ശുശ്രൂഷയുടെ എന്തുകൊണ്ട് നമ്മൾ ചിലരെ കൈവെക്കുന്നു? ഒന്ന്, കൈവെക്കുമ്പോൾ രോഗശാന്തിയും ഭൂതോച്ചാടനവും നടക്കും. ഹീലിംഗ് ആൻഡ് എക്സോർഷൻ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഭൂതമുണ്ടെങ്കിൽ, രോഗമുണ്ടെങ്കിൽ പോകും. രണ്ടാമത് കൈവെക്കും. അപ്പോസ്തല പ്രവൃത്തി 19-ലുണ്ട്. കൈവെക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഇമ്പാർട്ടേഷൻ സംഭവിക്കും. ആ പൗലോസ് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ ഇമ്പാർട്ടേഷൻ ടച്ചുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ ചിലപ്പോൾ കൈവച്ച് ചില മിനിറ്റുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മൂന്നാമതായി, കൈവപ്പിനാൽ ലഭിക്കുന്ന ഇമ്പാർട്ടേഷൻ്റെ അനദർ ലെവലുണ്ട്. പൗലോസ് പറയുകയാണ്, എൻ്റെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരം. അത് ടാപ്പിങ്ങിനകത്ത് നടക്കത്തില്ല. ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്ത് കൃപാവരം വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പകരം അതെന്ത് ചെയ്യുമെന്നറിയാമോ? കുറച്ചുകൂടെ എൻ്റെ ഭാഷയിൽ ഞാൻ പറയാം, പുഷിങ് ടു ദ സ്പിരിച്വൽ റെലം. ആത്മമണ്ഡലത്തിലേക്ക് എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഒരു മനുഷ്യനെ കയറ്റിക്കൊണ്ടുപോവുകയാണ്. ഒരു മനുഷ്യനെ പുഷ് ചെയ്ത് കയറ്റുകയാണ്. അത് കേവലം സാധാരണമായ ശുശ്രൂഷ തലങ്ങളിൽ അതൊരുപക്ഷെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതോ അറിയാവുന്നതോ ആയിരിക്കത്തില്ല. ഒരു മനുഷ്യൻ ആത്മതലത്തിലേക്ക് കയറാൻ പോവുകയാണ്. പക്ഷെ അവനെ ദുരാത്മാക്കൾ തടയുന്നില്ല. അവൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ അവനെ ആ ആത്മതലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം തടഞ്ഞു നിർത്തുകയാണെന്ന് നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ നമുക്കൊരു ബോധ്യമുണ്ടാകുമ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ അടുക്കൽ ചെല്ലും. നമ്മൾ ആ വ്യക്തിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ആത്മലോകമാണ്. ആത്മലോകം. ആ വ്യക്തിയുടെ മുൻപാകെ അടഞ്ഞു നിൽക്കുന്ന ആത്മവാതിലുകളും ആ വ്യക്തിയുടെ മുൻപാകെ നിൽക്കുന്ന ദൂതന്മാരും ദുരാത്മാക്കളെയും മുഴുവനും ആ വ്യക്തിക്കെതിരായി നിൽക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഈ വ്യക്തിക്ക് വേണ്ടി ശിരസിൽ കൈവച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവരെ അക്കമ്പനി ചെയ്യുകയാണ്. എന്തിലേക്കെന്നറിയാമോ? ഒരു സ്പിരിച്വലത്തിലേക്ക്. ആമേൻ. ഭൂതമുള്ളവനെ കൂടെ കൂടെ പോയി കൈവെക്കണ്ട. അവൻ ഒരു കൈവെപ്പിൽ, 2 കൈവെപ്പിൽ, അല്ലെങ്കിൽ 3-4 പ്രാവശ്യത്തിനകം അവൻ്റെ അകത്ത് കിടക്കുന്ന സാധനങ്ങൾ മുഴുവനും പോകും. രണ്ടാമത്, ആത്മപകർച്ചയ്ക്കു വേണ്ടി ചിലരെ കൈവെക്കും. മൂന്നാമത്, ചിലരെ ആത്മതലത്തിലേക്ക് തള്ളിക്കയറ്റുവാൻ തക്കവണ്ണം നമ്മൾ അവരുടെ ആത്മാവിനെ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? നിന്ന് ശുശ്രൂഷിക്കുകയാണ്. ആമേൻ. അതുകൊണ്ടാണ് ഇമ്പാർട്ടേഷൻ്റെ ടൈമിൽ രോഗികളെ കൈവെക്കാറില്ല. രോഗികളെ കൈവെക്കുന്ന കൂട്ടത്തിൽ ആത്മീയതയുടെ ഉന്നതങ്ങളിൽ നിൽക്കുന്നവരെ എന്ത് ചെയ്യാറില്ല? കൈവെക്കാറില്ല. അപ്പോൾ ചിലർ ചിന്തിക്കും, ഞങ്ങളെ മേളിൽ എന്താ പാസ്റ്റർ വന്നിങ്ങനെ ഇമ്പാർട്ടേഷൻ വെക്കാതെ? ഞാൻ കണ്ടായിരുന്നു, അവൻ്റെ മേളിൽ വെച്ചു, അവളുടെ മേളിൽ വെച്ചു, അവൻ്റെ മേളിൽ കുറേ നേരം വെച്ചു, അവളുടെ മേളിൽ 2 വട്ടം പോയി കൈവച്ചു, എൻ്റെ മേളിൽ എന്താ വെക്കാഞ്ഞത്? കാരണം സിമ്പിളാണ്. നീ ഇങ്ങനെ കണ്ണും തുറന്നിരിക്കുക. നീ ഇങ്ങനെ ആരെയൊക്കെ കൈവെക്കുന്നതെന്ന് കണ്ണും തുറന്നിരിക്കുന്ന നിന്റെ മേളിൽ വന്ന് ഞാൻ കൈവച്ചിട്ട് എന്തോ നടക്കാന്? മെനക്കേട് കേസല്ലേ? ആ മെനക്കേട് കേസിനെ ഞാൻ എന്തോ ചെയ്യാൻ? അത് അതായത് സ്പിരിച്വലവുമായി കണക്റ്റായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളതാണ് ഏത്? ആ ശുശ്രൂഷ. അപ്പോൾ യേശു ഇവിടെ സൗഖ്യം സംഭവിക്കുകയാണ്. എങ്ങനെയാണെന്നറിയാമോ? അവൻ ഓരോരുത്തൻ്റെ മേൽ കൈവച്ച് അവനെ സൗഖ്യമാക്കി. ഇനി മറ്റൊരു ഭാഗം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യം യേശു ചെയ്ത ശുശ്രൂഷയാണ്. മർക്കോസ് 6:13. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും, അടുത്തത് ഒരുമിച്ച് വായിച്ചേ, അനേക രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും. 10,000 നിൽക്കുന്നയിടത്ത് യേശു കർത്താവ് എണ്ണ എടുത്ത് ഓരോരുത്തരുടെയും മുകളിൽ തേച്ച് 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 യേശു സൗഖ്യം വരുത്തുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കാം. യേശു കർത്താവ് അവിടെ നിന്നിട്ട് ഇവിടെ നിൽക്കുന്ന എല്ലാ ക്യാൻസറുകളും ഹീലാകട്ടെ, എല്ലാ ഡിമെൻഷ്യകളും ഹീലാകട്ടെ
എല്ലാ എപ്പിലെപ്സിയും ഹീലാകട്ടെ എന്ന് പറഞ്ഞാൽ ഹീലാകത്തില്ലേ? ആകും. പിന്നെന്തിനാ യേശു കർത്താവ് ഓരോരുത്തരെയും വിളിച്ച് അടുത്ത് നിർത്തി തൊട്ട് ഓരോരുത്തരുടെ മേളിൽ എണ്ണ തേച്ച് പ്രാർത്ഥിച്ചത്? യേശു കർത്താവ് ഒരു മാതൃക കാണിച്ചു തരികയായിരുന്നു. ഞാൻ പറയട്ടെ, ഇത്രയും പേരെ എണ്ണ തേച്ച് നിർത്തുമ്പോൾ, എണ്ണ തേച്ച് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രാർത്ഥിക്കുന്നവൻ എന്തുണ്ടാകണമെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവന് സഹിഷ്ണുത ഉണ്ടാകണം. പ്രാർത്ഥിക്കുന്നവന് സഹിഷ്ണുത ഉണ്ടാകണം. രണ്ട്, പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവനും സഹിഷ്ണുത ഉണ്ടാകണം. പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന പാസ്റ്ററിനും ഹീലിംഗ് മിനിസ്ട്രിക്കകത്ത് നിൽക്കുന്നവനും എന്തുണ്ടാകണം? സഹിഷ്ണുത ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ നിന്ന് ശുശ്രൂഷിക്കാൻ സമർപ്പണമുള്ള ഒരുത്തൻ്റെ കയ്യിൽ മാത്രമേ ദൈവം എന്തു കൊടുക്കത്തുള്ളൂ? രോഗശാന്തി വരം കൊടുക്കത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ അവനല്ല രോഗശാന്തി വരം കൊടുക്കുന്നത്. പകരം നിന്ന് ശുശ്രൂഷിക്കാൻ സമർപ്പണമുള്ളവന്, മണിക്കൂറുകൾ നിൽക്കാൻ സമർപ്പണമുള്ളവന്, അവൻ്റെ നടുപൊട്ടിയാലും അവൻ്റെ കാലുകൾ കഴച്ചാലും നിന്ന് ശുശ്രൂഷിക്കാൻ തിരക്കുള്ളവർക്ക് ദൈവം ഒരിക്കലും എന്തു കൊടുക്കത്തില്ലെന്നറിയാമോ? രോഗശാന്തി കൊടുക്കത്തില്ല, ശുശ്രൂഷ കൊടുക്കത്തില്ല. നിന്ന് ശുശ്രൂഷിക്കുന്നവനാണ് രോഗശാന്തി വരം. ഇനി അടുത്തത്, ആളിൻ്റെ എണ്ണം നോക്കി ആളില്ലാത്ത ഇടത്ത് പോയി പ്രാർത്ഥിക്കാനാണെങ്കിൽ നിങ്ങൾ ആളില്ലാത്ത ഇടങ്ങളിലായിരിക്കും ഏറ്റവും എളുപ്പം പോയി പ്രാർത്ഥിക്കുന്നത് നല്ലത്. കാരണം അവിടെ പോട്ടെ, ഞാനത് പറയുന്നില്ല. സൗഖ്യം നടക്കുന്നിടത്ത് എന്ത് സംഭവിക്കും? ക്യൂ നിൽക്കേണ്ടി വരും. ഇല്ലാത്തടത്ത് ഇറ്റ്സ് ഈസി ടു ബി ദെയർ. അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തി. അപ്പം ബി പേഷ്യന്റ് ടു മിനിസ്റ്റർ ആൻഡ് ടു റിസീവ് ദ ഡെലിവറൻസ്. അപ്പം വിടുതൽ ശുശ്രൂഷിക്കുന്നവനും എന്തുണ്ടാകണം? സഹിഷ്ണുത ഉണ്ടാകണം. വിടുവിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവനും എന്തുണ്ടാകണം? സഹിഷ്ണുത ഉണ്ടാകണം. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറട്ടെ. അപ്പോൾ അവിടെയാണ് സൗഖ്യങ്ങൾ സംഭവിക്കുന്നത്. യെശയ്യാപ്രവചനം 53-ാം അധ്യായം, ഞാൻ അവസാന ഭാഗങ്ങളിലേക്ക് വരികയാണ്. യെശയ്യാപ്രവചനം 53-ാം അധ്യായം, അതിൻ്റെ 5-ാം വാക്യം സുപരിചിതമായ വാക്യമാണ്. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ. ഈ വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചേ, വായി തുറന്ന് വായിച്ചേ. നിങ്ങൾ വായിക്കാനാണ് ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ആമേൻ. എൻ്റെ സൗഖ്യം എവിടെയാണ്? എൻ്റെ സൗഖ്യം എവിടെയാണ്? അവൻ്റെ അടിപ്പിണരുകളിൽ, അവൻ്റെ കാൽവറിയിലാണ് എൻ്റെ സൗഖ്യം. ഒരു മനുഷ്യൻ രോഗം അവൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ, ഒരു മനുഷ്യൻ്റെ മേൽ രോഗം കടന്നു വരുമ്പോൾ അവൻ്റെ കണ്ണുകൾ എവിടേക്ക് പോകണമെന്നറിയാമോ? കാൽവറിയിലേക്ക് കടന്നു പോകണം. ആമേൻ. കാൽവറിയിലേക്ക് കടന്നു പോകണം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം, ഞാൻ അതിൻ്റെ ഭാഗം ഒന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. അടുത്ത വാക്യം, 2-ാം വാക്യം, യെരൂശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്, അതിന് 5 മണ്ഡപമുണ്ട്. അത് ഇംഗ്ലീഷിൽ ആ വാക്യം ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. Now there is at Jerusalem by the sheep market a pool. ആട്ടുവാതിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഷീപ്പ് മാർക്കറ്റ്. സ്തോത്രം. ഇനി അടുത്ത ഇതിൽ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിന് എന്തുണ്ടെന്നറിയാമോ? 5 പോർച്ചുകളുണ്ട്. മോശയുടെ ഗ്രന്ഥങ്ങൾ എത്രയാണ്? 5. അപ്പോൾ ഈ 5 മണ്ഡപങ്ങൾ എന്തിനെ സൂചിപ്പിക്കുകയാണ്? ന്യായപ്രമാണത്തിൻ്റെ 5 തണലുകളെ സൂചിപ്പിക്കുകയാണ്. പഴയ നിയമം മനുഷ്യനെ ന്യായപ്രമാണത്തിൻ്റെ തണലിലേക്ക് കൊണ്ടുപോയി. ദാണ്ടുവിടുതൽ, ദാണ്ടുവിടുതൽ, ദാണ്ടുവിടുതൽ. അപ്പം ന്യായപ്രമാണത്തിൻ്റെ തണലിൽ നിൽക്കുന്ന 5 ന്യായപ്രമാണത്തിൻ്റെ തണലിൽ നിൽക്കുന്നവർ. ഇനിയും യെരൂശലേമിലെ ഷീപ്പ് അടുത്താണ് ഇത്. യെരൂശലേമിലെ ഉത്സവത്തിൽ അവിടെ ഷീപ്പ് മാർക്കറ്റ് സജീവമാകും. അവിടെ അന്ന് ഒത്തിരി ആടുകളെ വിൽക്കപ്പെടും. എന്തിനു വേണ്ടിയുള്ളതാണ് ഈ ആടുകൾ? യാഗത്തിനു വേണ്ടിയുള്ള ആടുകൾ. ഏറ്റവും അധികം വില കിട്ടുന്നത് യെരൂശലേമിലെ ആട്ടുമാർക്കറ്റിലാണ്.
ഏതെങ്കിലും പാവപ്പെട്ടവൻ, ഏതെങ്കിലും ഗ്രാമങ്ങളിൽ, ഏതെങ്കിലും വിജനതകളിൽ ഇരിക്കുന്നവൻ, അവൻ്റെ ദാരിദ്ര്യം മാറാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ആടിനെ മേടിച്ച് വളർത്തി ആടിനെ ചനയേൽപ്പിക്കും. എന്നിട്ട് അതിൻ്റെ കടിഞ്ഞൂലിനെ മാർക്കിട്ട് മുറിവേൽക്കാതെ, മുള്ളുകൊള്ളാതെ, താഴെ വീഴാതെ ഇതിനെ പൊന്നുപോലെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുമെന്നറിയാമോ? മാർക്കറ്റിൽ കൊണ്ടു നിർത്തും. സാധാരണ ഒരു ആട്ടിൻകുട്ടിക്ക് 5000 ആണെങ്കിൽ യാഗത്തിനുള്ള ആട്ടിൻകുട്ടിക്ക് ചിലപ്പോൾ 20,000 രൂപ വരെ വില കിട്ടും. അപ്പം ഈ ആട്ടുമാർക്കറ്റിൽ, ആട്ടുചന്തയിൽ കൊണ്ടുവന്ന ആടുകളെ വിൽക്കുകയാണ്. ഈ ആട്ടുചന്തയിൽ വരുന്നവനെല്ലാം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ നിന്നൊരാടിനെ കൊണ്ടുപോയാൽ എനിക്ക് സൗഖ്യം കിട്ടും. അപ്പുറത്ത് ഒരു കുളവും 5 മണ്ഡപങ്ങളും, ന്യായപ്രമാണത്തിൻ്റെ 5 തണലുകൾ. പക്ഷേ ആട്ടുചന്തയിലേക്ക് ദൈവത്തിൻ്റെ കുഞ്ഞാടിങ്ങനെ നടന്നു വരികയാണ്. ആട്ടുചന്തയിലേക്ക് ദൈവത്തിൻ്റെ കുഞ്ഞാട് നടന്നു വന്നിട്ട് പറയുക, ഇതാ കാശ് അന്യായ വില കൊടുത്ത ആടിനെ വാങ്ങുമ്പോൾ നിന്റെ യഥാർത്ഥ പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും പരിഹാരമായിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിതാ നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. ആമേൻ. ഇനി ന്യായപ്രമാണത്തിൻ്റെ തണലിൽ കിടക്കുന്നത് മുഴുവൻ ആരാണെന്നറിയാവോ? രോഗമുള്ളവരാ. പക്ഷേ ന്യായപ്രമാണത്തിൻ്റെ തണലിൽ കിടക്കുന്നവർ കുരുടർ, മുടന്തർ, കുഷ്ഠരോഗികൾ, ഇങ്ങനെ കണ്ണും മൂക്കും ചെവിയും ഒന്നും ഇല്ലാത്തവനാണ് കിടക്കുന്നത്. പക്ഷേ ഇവരുടെ അടുക്കൽ ന്യായപ്രമാണം പറയുന്നത് എന്താണെന്നറിയാമോ? ആദ്യം ചാടി ഇറങ്ങിയാൽ സൗഖ്യം തരാം. ഒന്നാമതേ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവനും കണ്ണ് കാണാൻ വയ്യാത്തവനുമാ അവിടെ കിടക്കുന്നു മുഴുവൻ. അപ്പം ഇവർ തമ്മിൽ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഇവരെ എല്ലാവരെയും കൂടെ ഒരു ഓട്ട മത്സരം നടത്തുകയാണ്. എഴുന്നേക്കാൻ വയ്യാത്തവനും കണ്ണ് കാണാൻ വയ്യാത്തവനും എല്ലാം കൂടെ ഓട്ട മത്സരം നടത്തി ഇതിനകത്തുനിന്ന് ഒരുത്തനാണ് എന്ത് ചെയ്യുന്നത്? സൗഖ്യം കൊടുക്കുന്നത്. അപ്പം അവിടെ ഇരിക്കുന്നവനെല്ലാം പറയുന്നത് എന്താണെന്നറിയാവോ? ന്യായപ്രമാണത്തിൻ്റെ തണലിൽ ഇരിക്കുന്നവനെല്ലാം പറയുന്നത് എന്താണെന്നറിയാവോ? സൗഖ്യം പ്രാപിപ്പാൻ എനിക്ക് കഴിവില്ല, സൗഖ്യം പ്രാപിപ്പാൻ എനിക്ക് ആരുമില്ല, സൗഖ്യം പ്രാപിപ്പാൻ എനിക്ക് സഹായമില്ല. യേശു അവിടേക്ക് കടന്നു വന്നിട്ട് അവൻ്റെ അടുക്കൽ ചോദിക്കുക, ഇത്രയും നാൾ നീ പറഞ്ഞുകൊണ്ടിരുന്നത് സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് ആളില്ല, കഴിവില്ല, പ്രാപ്തിയില്ല എന്നാ. ഞാൻ നിൻ്റെ അടുക്കൽ ചോദിക്കട്ടെ, സൗഖ്യം പ്രാപിപ്പാൻ ഇനിയും തുടങ്ങി നിനക്ക് ആളും വേണ്ട, അർത്ഥവും വേണ്ട. ഞാൻ ഒറ്റ കാര്യം നിന്നോട് ചോദിക്കുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇതാ അവിടെ അന്യായ വിലയ്ക്ക് ആടിനെ വിൽക്കുന്നു, സൗജന്യമായി ഞാൻ നിനക്ക് വേണ്ടി ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ടെ, എൻ്റെ സൗഖ്യം സൗജന്യമാണ്, എൻ്റെ സൗഖ്യം സൗജന്യമാണ്, എൻ്റെ സൗഖ്യം സൗജന്യമാണ്. വായു തുറന്ന് വിളിച്ചു പറ, എൻ്റെ സൗഖ്യം സൗജന്യമാണ്, എൻ്റെ സൗഖ്യം ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ എൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ, വായു തുറന്ന് വിളിച്ചു പറഞ്ഞ്, അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. I am healed by his stripes. അവന്റെ അടിപ്പിണരുകൾ എന്റെ സൗഖ്യമാണ്, അവന്റെ കാൽവറി എന്റെ സൗഖ്യമാണ്. ആമേൻ. സൗഖ്യം സൗജന്യമാണ്. വായു തുറന്ന് പറഞ്ഞ, സൗഖ്യം സൗജന്യമാണ്. സൗഖ്യം കർത്താവിൻ്റെ കൃപയാണ്. ആമേൻ. സൗഖ്യം കർത്താവിൻ്റെ കൃപയാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറട്ടെ. സൗഖ്യം സൗജന്യമാണ്, സൗഖ്യം കർത്താവിൻ്റെ കൃപയാണ്. നിങ്ങൾ പാസ്റ്റർക്ക് പൈസ കൊടുത്ത് പ്രാർത്ഥിപ്പിക്കേണ്ടതല്ല. സൗഖ്യം കർത്താവിൻ്റെ സൗജന്യമാണ്. സൗഖ്യം കർത്താവിൻ്റെ കൃപയാണ്. സൗഖ്യം എവിടെയാണ് സംഭവിക്കുന്നതെന്നറിയാമോ? ആമേൻ. മത്തായി സുവിശേഷം 17-ാം അധ്യായം 18-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി, ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. ഞാൻ ഇങ്ങനെ പറയുകയാണ്, ആമേൻ. ഭൂതങ്ങൾ ശാസിക്കപ്പെടുമ്പോൾ അവിടെ സൗഖ്യം സംഭവിക്കുകയാണ്. ഭൂതങ്ങൾ ശാസിക്കപ്പെടുമ്പോൾ അവിടെ സൗഖ്യങ്ങൾ സംഭവിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു, എൻ്റെ സൗഖ്യത്തിന് വേണ്ടി എൻ്റെ കർത്താവ് ഭൂതങ്ങളെ ശാസിക്കുകയാണ്? And Jesus rebuked the devil. ഇന്ന് പകൽക്കാലം നീ La promasmekatania, la secretaria, la turia pramascalia pramasmatonia, la pramakataria prabarbara katiara satania. Holy ശിഷ്യന്മാരുടെ അടുക്കൽ
ശിഷ്യന്മാരുടെ അടുക്കൽ രോഗത്തെ കൊണ്ടുവന്നു. അവർ ചിലപ്പോൾ പ്രാർത്ഥിച്ചു കാണും, കർത്താവേ രോഗം സൗഖ്യമാകട്ടെ. അവർ ചിലപ്പം ഇങ്ങനെ പറഞ്ഞാണ്, ഈ രോഗം സൗഖ്യമാകട്ടെ. അവർ രോഗത്തോടാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? അറ്റാക്ക് ചെയ്തിരുന്നത്. പക്ഷെ കർത്താവ് രോഗത്തോടല്ല അറ്റാക്ക് ചെയ്തത്. ആമേൻ. He rebuked the devil. He rebuked the wrong spirit behind the disease. ഇന്ന് പകൽ നിന്റെ രോഗത്തിന്റെ പിമ്പിലുള്ള ദുരാത്മാക്കൾ ശാസിക്കപ്പെടും. സഭയുടെ അന്തരീക്ഷം മാറി വരികയാണ്. സഭയുടെ അന്തരീക്ഷം മാറി വരികയാണ്. സഭയുടെ അന്തരീക്ഷം മാറി വരികയാണ്. And the power of healing. Laus marapara katalia. Lord Thomonia. ഞാൻ കഴിഞ്ഞ 1.25 മണിക്കൂറായി ബേസിക് എഡ്യൂക്കേഷനാണ് നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പരിശുദ്ധാത്മാവ് അന്തരീക്ഷത്തിൻ്റെ നിയന്ത്രണത്തിൽ ഏറ്റെടുക്കുന്ന മിനിറ്റുകളാണ്. ഭൂതങ്ങൾ ശാസിക്കപ്പെടും, രോഗങ്ങൾ സൗഖ്യമാകും. വായ് തുറന്ന് വിളിച്ചു പറഞ്ഞ്, ഭൂതങ്ങൾ ശാസിക്കപ്പെടും, രോഗങ്ങൾ സൗഖ്യമാകും. ലൂക്കോസിന്റെ സുവിശേഷം ഇനി ആമേൻ. വചനം റിസീവ് ചെയ്യുമ്പോൾ സൗഖ്യമുണ്ടാകും. മനസ്സ് തിരിയുമ്പോൾ സൗഖ്യമുണ്ടാകും. അവൻ തൊടുമ്പോൾ സൗഖ്യമുണ്ടാകും. ആ സൗഖ്യം സൗജന്യമാണ്. ആ സൗഖ്യം ഭൂതങ്ങൾ ശാസിക്കപ്പെടുമ്പോഴാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു, എല്ലാവരെയും സൗഖ്യമാക്കുക കൊണ്ട്. സൗഖ്യം എവിടെയാണ് സംഭവിക്കുന്നത്? ശക്തി പുറപ്പെടുന്നയിടത്ത്. ശക്തി പുറപ്പെടുന്നയിടത്ത് സൗഖ്യങ്ങൾ സംഭവിക്കും. ഞാൻ ഇങ്ങനെ പറയാം, വരൾച്ച വരുമ്പോൾ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം കനാലിൽ കൂടെ തുറന്നുവിടും. കനാലിൽ കൂടെ വെള്ളം തുറന്നു വിടുമ്പോൾ ആ സമീപത്തുള്ള ലാൻഡുകൾ മുഴുവൻ എന്ത് സംഭവിക്കുമെന്നറിയാമോ? പച്ചപ്പ് പിടിക്കാൻ തുടങ്ങും. സ്തോത്രം. ഇതാണ് സൗഖ്യം. ശക്തി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ കെട്ടി നിർത്തിയിരിക്കുന്ന പൊട്ടൻഷ്യൽ പവർ, ആമേൻ, ദൈവത്തിന്റെ പൊട്ടൻഷ്യൽ റിലീസ് ചെയ്യപ്പെടാൻ തുടങ്ങും. ആമേൻ. ശക്തി പുറപ്പെടും. His power shall be released. His power shall be released. ഇന്ന് പകൽ ദൈവത്തിന്റെ ശക്തി പുറപ്പെടും. അത് നിന്റെ ശരീരത്തിലേക്ക് പുറപ്പെടും. അത് നിന്റെ ആത്മാവിലേക്ക് പുറപ്പെടും. അത് നിന്റെ പ്രിയപ്പെട്ടവർ നിൽക്കുന്ന വീടുകളിലേക്ക് പുറപ്പെടും. ഇന്ന് പകൽ ഞാൻ രഹബോത്തിന്റെ ഹാളിലാണ് മിനിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ ഇമ്പാക്ട് വേറെ ഭൂഖണ്ഡങ്ങളിൽ. ജീസസ്. എന്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ശക്തി, ആമേൻ, ദൈവത്തിന്റെ ശക്തി പുറപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തി എന്ത് ചെയ്യുമെന്നറിയാമോ? പകരപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ പകരപ്പെടുന്ന ദൈവശക്തിയാണ്, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ആമേൻ, ഇപ്പോൾ ഇവിടെ ഈ ലൈറ്റുകൾ, ഈ സിസ്റ്റം മുഴുവൻ വർക്ക് ചെയ്യുന്നത് താഴെ ഒരു ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷേ ആ എൻജിൻ എരച്ചത് കൊണ്ടോ അതിൻ്റെ ഡീസൽ കത്തിയത് കൊണ്ടോ ഇവിടെ ലൈറ്റ് വരത്തില്ല. പകരം ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് ഉണ്ട്. ആ ചേഞ്ച് ഓവർ സ്വിച്ച് പിടിച്ച് തിരിച്ചിടുമ്പോൾ, ആമേൻ, ഈ വയറിങ്ങിനകത്തേക്ക് മുഴുവനോ അതിൻ്റെ പവർ കൺവേർട്ടായി കയറി വരികയാണ്. നിന്റെ ശരീരത്തിൽ, നിന്റെ ജീവിതത്തിലേക്ക് ആ പവർ കയറുമ്പോൾ, ആ പവർ, ജീസസ്, ആമേൻ. ഒരു നിമിഷം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യത്തിലാണ് നമ്മൾ വായിച്ചത്, അവങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു. പക്ഷേ എഫെസ്യ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ
അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങയുടെ ബലത്തിൻ വല്ലഭത്വത്തിൻ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന. ഇവർ വിശ്വസിച്ചത് എങ്ങനെയാണ്? ആമേൻ. ദൈവത്തിന്റെ ബലത്തിന്റെ വല്ലഭത്വം ഓപ്പറേറ്റ് ചെയ്തപ്പോൾ, അത് വർക്ക് ചെയ്തപ്പോൾ, ആമേൻ. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, ആ ശക്തിയുടെ അടുത്ത ഓപ്പറേഷണൽ അതോറിറ്റി അവർ വെളിപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തി ഓപ്പറേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെയാണ് ഹീലിംഗ് സംഭവിക്കുന്നത്. ഇന്ന് പകൽ പറഞ്ഞ്, ദൈവശക്തി എൻ്റെ മേൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടട്ടെ. തലമുറകളുടെ മുകളിലേക്ക് ഒരു ശക്തി റിലീസ്. സൗഖ്യങ്ങൾ സംഭവിക്കുന്ന അളവിൽ ദൈവശക്തി ഇന്നു പകൽ ഈ ആലയത്തിനകത്തും ഈ ആലയത്തിനകത്തിരിക്കുന്ന ഓരോ ദൈവജനത്തിന്റെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടും അസാധാരണമായി ഒരു ഇടിമിന്നൽ പറക്കുന്നത് പോലെ, and the power to heal is proceeding from him. Jesus, ഒരു നിമിഷം. As the Lord rebukes, the healing will be manifested. യേശു ശാസിക്കുമ്പോൾ സൗഖ്യങ്ങൾ തുറന്നു വരും. യേശു ശാസിക്കുമ്പോൾ, അവൻ ഭൂതങ്ങളെ അമർത്തുമ്പോൾ സൗഖ്യങ്ങൾ തുറന്നു വരും. അവന്റെ ശക്തി ഓപ്പറേറ്റ് ചെയ്യപ്പെടുമ്പോൾ, അവന്റെ ശക്തി ഓപ്പറേറ്റ് ചെയ്യപ്പെടുമ്പോൾ, അവങ്കിൽ നിന്ന് ശക്തി റിലീസ് ചെയ്യപ്പെടുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി ഒരു നിമിഷം. ആമേൻ. ഞാൻ രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് മൂന്നാമത്തെ ഭാഗത്തിൽ കയറും. അവിടെയാണ് ദൈവപ്രവൃത്തി സംഭവിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം. അവിടെ അപ്പോസ്തലന്മാർ ചോദ്യം ചെയ്യപ്പെടുകയാണ്. 4-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് നിങ്ങൾ ഇന്ന് എന്നെ വിസ്തരിക്കുന്നു. എന്തോന്നിനാൽ സൗഖ്യമായി. ആമേൻ. എന്തോന്നിനാൽ സൗഖ്യമായി. എന്തോന്നിനാൽ സൗഖ്യമായി. അവിടെ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്. എന്തോന്നിനാൽ എന്ന് മലയാളത്തിൽ പറയുന്നു, പക്ഷേ നിങ്ങൾ ഇവന് വേണ്ടി എന്ത് ചെയ്തപ്പോഴാണ് ഇവൻ സൗഖ്യമായത്? അങ്ങനെയല്ലേ? ഓഫ് ദ ഗുഡ് ഡീഡ് ഡൺ ടു ദ ഇമ്പോർട്ടൻറ്റ് മാൻ. നിങ്ങൾ ഇവന് വേണ്ടി പ്രവർത്തിച്ചതെന്താണ്? നിങ്ങൾ ഇവന് വേണ്ടി പ്രവർത്തിച്ചതെന്താണ്? അപ്പോൾ അവർ പറയുന്ന മറുപടി ഇതാണ്, ഞങ്ങളൊന്നും പ്രവർത്തിച്ചില്ല, ഞങ്ങൾ പ്രവർത്തിച്ചില്ല. പകരം 10-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവനും ഉയർപ്പിച്ചവനുമായ നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ പത്രോസ് പറയുകയാണ്, പ്രവർത്തനത്തിലല്ല സൗഖ്യം, അവൻ്റെ നാമത്തിനകത്താണ് സൗഖ്യം. What good deed done to this important man? And he replied, healing is not by works, but healing is by the name of Jesus. Yes. വേദന മാറണമെങ്കിൽ, മസിൽ ശരിയാകണമെങ്കിൽ നീ ഫിസിയോതെറാപ്പി ചെയ്യണം. ആമേൻ. ആന്തരികമായ പ്രശ്നം മാറണമെങ്കിൽ നീ സർജറി ചെയ്യണം. നീ ഇമ്മ്യൂണോ തെറാപ്പിയോ ഏതെങ്കിലും ഒരു തെറാപ്പി ചെയ്യണം. പക്ഷെ പത്രോസ് പറയുകയാണ്, ദ ഹീലിംഗ് ഈസ് നോട്ട് ബൈ തെറാപ്പി ബട്ട് ബൈ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് പകൽക്കാലം നിനക്ക് മുൻപാകെ വിധിക്കപ്പെട്ടിരിക്കുന്ന ചില പ്രൊസീജിയറുകളെ നോക്കിയിട്ട് പറ, നോട്ട് ബൈ പ്രൊസീജിയർ ബട്ട് ബൈ ദ നെയിം ഓഫ് ജീസസ്. പറയാൻ പറ്റുമോ?
Not by the procedure, but by the name of Jesus. Amen. അടുത്തിരിക്കുന്നവർ ഉറങ്ങുവാന്ന് ഒന്ന് എഴുന്നേൽപ്പിച്ചു. ഓക്കെ. Not by the procedure, but by the name of Jesus. ഒരു പ്രൊസീജിയർ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരു പ്രൊസീജിയർ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പ്രൊസീജിയർ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ നിങ്ങൾ പറഞ്ഞ നോട്ട് ബൈ പ്രൊസീജിയർ ബട്ട് ബൈ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് whom God raised from the dead. ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച യേശുവിൻ്റെ നാമത്തിൽ. Not by the procedure, but by the name of Jesus Christ. Not by the procedure. ഇന്ന് ഈ ആരാധനയ്ക്കകത്ത് ചില പ്രൊസീജിയറുകൾ ക്യാൻസൽ ചെയ്യപ്പെടും. And by the most high name, I cancel it. All the procedures decreed upon you, and I break it. Yes. ഈ മിനിറ്റുകളിൽ നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തുകൂടെ ഒരു ദൈവശക്തി അരിച്ചിറങ്ങുന്നതിനെ ഒരു ഐസ് കട്ട പൊടിച്ചിടുന്നത് പോലെ ഒരു ഐസിന്റെ ഡസ്റ്റ് നിന്റെ ശരീരത്തിൽ fill up and the healing and the healing. It's not by the procedure, it's not by the therapy, but it is by the name of Jesus. Ulamara mana mana udabala bara bala sagala bahadiya. മത്തായി സുവിശേഷം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. യേശു ശതാധിപന്റെ അടുക്കൽ പറഞ്ഞു, നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. അക്കോർഡിംഗ് ടു ദൈ ഫെയ്ത്ത്. എനിക്കൊരാശ്വാസം കിട്ടുമെന്ന് നീ ഇന്ന് വിശ്വസിച്ചാൽ ആശ്വാസം കിട്ടും. എനിക്കൊരു പൂർണ്ണ വിടുതൽ കിട്ടുമെന്ന് നീ വിശ്വസിച്ചാൽ, 2-3 മാസം കൊണ്ടൊക്കെ ഓക്കെ ആവുമെന്ന് ചിന്തിച്ചാൽ അങ്ങനെ. ഹൗ യു ബിലീവ്? Believe miracles from God. Expect miracles from God. ശതാധിപന്റെ അടുക്കൽ പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെയല്ല. ശതാധിപൻ എന്താ കർത്താവിൻ്റെ അടുക്കൽ പറഞ്ഞെന്നറിയാമോ? നീ പറയുന്നത് പോലെ സംഭവിക്കും. കർത്താവ് തിരിച്ചു പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെയല്ല, നീ വിശ്വസിക്കുന്നത് പോലെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വാക്കിൻ്റെ അധികാരം ഇപ്പോൾ ഇവന്റെ വിശ്വാസത്തിനകത്തേക്ക് ഇമ്പാർട്ട് ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ചിലരുടെ വിശ്വാസങ്ങളെ ദൈവം ആക്ടിവേറ്റ് ആക്കുകയാണ്. നിന്റെ മേൽ രോഗശാന്തി വെളിപ്പെടുന്നതിന് മുന്നമേ തന്നെ ഒരു വിശ്വാസത്തിന്റെ വരം ദൈവസഭയ്ക്ക് നൽകിയ 9 കൃപാവരങ്ങളിൽ അതിശ്രേഷ്ഠമായിരിക്കുന്ന വരം അത് വിശ്വാസത്തിന്റെ വരമാണ്. The things will happen according to your faith. മലകളെ നീക്കുന്ന ഒരു വിശ്വാസം, പാറകളെ തകർക്കുന്ന ഒരു വിശ്വാസം, ചെങ്കടലിനെ പിളർക്കുന്ന ഒരു വിശ്വാസം, യോർദാനെ ഉണക്കുന്ന ഒരു വിശ്വാസം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു വിശ്വാസം. By the grace of God, the power of faith, the spirit of faith is being imparted upon you. എല്ലാ വിശ്വാസത്തിന്റെ പിശാചുക്കളെയും ഞാൻ ശാസിക്കുന്നു. അതരം തുറന്നു പറഞ്ഞ് ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. എവിടെയെങ്കിലും ഒരു അത്ഭുതം നടന്നാൽ അത് വേറെ സ്പിരിറ്റ് ആണെന്ന് നീ പറയരുത്. എവിടെയെങ്കിലും ഒരു അത്ഭുതം കടന്നാൽ അത് വേറെ ഏതാണ്ട് പരിപാടിയാണെന്ന് നീ പറയരുത്.
നീ പറഞ്ഞാട്ടെ, അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. I believe in the miracles of God. I believe in the miracles of God. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് മുഖത്ത് നോക്കി പറഞ്ഞ്, നമ്മൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, നമ്മൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. Rehoboth is a place of miracles and wonders. അത്ഭുതങ്ങൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും. In my house, in my ministry, in my church. Amen. വിശ്വാസം രണ്ട് വിധത്തിൽ ഓപ്പറേറ്റ് ചെയ്യണം. വിശ്വാസം നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പറേറ്റ് ചെയ്യണം. എത്ര വിധത്തിൽ ഓപ്പറേറ്റ് ചെയ്യണം? രണ്ട് വിധത്തിൽ. ഒന്ന്, യാക്കോബ് 5:15 പറയുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രേ ബൈ ഫെയ്ത്ത്. വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന. അപ്പം പ്രാർത്ഥനയും വിശ്വാസവും കൂടെ എന്ത് ചെയ്യണം? ക്ലബ് ചെയ്യണം. രണ്ട്, യേശു പറഞ്ഞു, വിശ്വാസത്തോടുകൂടെ നീ മലയോട്, വിശ്വാസത്തോടുകൂടി നീ അത്തിയോട്. അപ്പം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പകരം വിശ്വാസത്തോടുകൂടെ സെരൂബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആരാ? നീ എവിടുന്ന് വന്നയാ? നീ ഏതവനായിരുന്നാലും, നീ എവനായിരുന്നാലും, നീ സമഭൂമിയായിരുന്നു. ദിസ് ഈസ് നോട്ട് പ്രയർ, ബട്ട് ദിസ് ഈസ് ഓപ്പറേഷണൽ ഫെയ്ത്ത്, കമാൻഡിങ് ഫെയ്ത്ത്. നമ്മൾ പലപ്പോഴും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ പിശാചിനെ കാണുമ്പോൾ, എന്തിനേറെ പറയുന്നു, നമ്മളിൽ ഏറിയ പേരാൾക്കാരും യേശുവിൻ്റെ നാമത്തിൽ പോ പിശാച് എന്ന് പറയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇവൻ പോകാൻ വേണ്ടി ദൈവം കൽപ്പിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പുള്ളി ഇങ്ങനെ അടിച്ച് കയറ്റി ഗിയറിട്ട് വരുന്ന കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ അടിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ പോകാൻ വേണ്ടി കർത്താവ് കൽപ്പിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എനിക്കൊരു പങ്കുമില്ല, കർത്താവ് നോക്കിക്കോട്ടെ. Operate your faith in prayer and operate your faith in your battlefield. Your battlefield. ഇന്ന് അനേകരും പ്രാർത്ഥിക്കും, പക്ഷേ ബാറ്റിൽ ഫീൽഡിലേക്ക് എന്ത് ചെയ്യത്തില്ല? വരത്തില്ല. ആമേൻ. ആരൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട്, ചുമ്മാതെ കയറി പിശാചിനോടൊന്നും പോകാൻ പറയല്ലേ, ചുമ്മാതെ കയറി പിശാചിനോടൊന്നും പറയാം. പിന്നെന്തോ പറയണം? കൊച്ചേട്ടൻ ഇവിടെ ഇരുന്നോളാൻ പറയണം? നോ. പിശാചിനോട് ബാക്കി അറിയാവുന്നവർ പറഞ്ഞേ, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ. റെസിസ്റ്റ്. ആമേൻ. ഞാൻ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. യെശയ്യാപ്രവചനം 57-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. യെശയ്യാപ്രവചനം 57-ാം അധ്യായം 19-ാം വാക്യം. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനം എന്നും. അടുത്തത്, ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുളി ചെയ്യുന്നു. അതിൻ്റെ അവസാനം ആരംഭവും വായിച്ചേ, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ഞാൻ അവരെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞാൽ, നമ്മുടെ അധരങ്ങൾ ഫലം കൊടുക്കാൻ തുടങ്ങുമ്പോൾ ദൈവം സൗഖ്യം നൽകാൻ തുടങ്ങും. ഞാൻ ആരംഭിച്ചത് ഇങ്ങനെ പറഞ്ഞാണ്, നമ്മുടെ വായ് കൊണ്ടുള്ള വിമർശനങ്ങൾ, നമ്മുടെ വായ് കൊണ്ടുള്ള തെറ്റായ വർത്തമാനങ്ങൾ, അധമമായ വർത്തമാനങ്ങൾ രോഗത്തിൻ്റെ വാതിലുകളെ തുറക്കും. പക്ഷേ അതെല്ലാം വിട്ടേരെ. ഇന്ന് പകൽക്കാലം ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് റിസീവ് ചെയ്ത സ്പിരിച്വാലിറ്റിയുടെ ഒരംശമെങ്കിലും ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വെക്കുക. ഞാൻ ഏതാണ്ട് 10-15 ഏതാണ്ട് ഒരു 35-ലധികം വാക്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു. അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷേ നിങ്ങളുടെ അധരങ്ങൾ ഫലം സൃഷ്ടിക്കാൻ തുടങ്ങിയാൽ കർത്താവ് എന്ത് ചെയ്യാൻ തുടങ്ങുമെന്നറിയാമോ? സൗഖ്യം തരാൻ തുടങ്ങും. നിങ്ങളുടെ അധരങ്ങൾ ഫലം സൃഷ്ടിക്കാൻ തുടങ്ങിയാൽ കർത്താവ് സൗഖ്യം തരാൻ തുടങ്ങും. റോമലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതാണ് പറയുന്നത്. റോമലേഖനം 4-ാം അധ്യായം 19 തുടങ്ങി ഞാൻ വായിച്ചു പോകാം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും അത് വായ് തുറന്നു പറഞ്ഞില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട്
ദൈവത്തിന് മഹത്വം കൊടുത്തു. എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത് വാസ് ഗിവിംഗ് ഗ്ലോറി ടു ഗോഡ്. സ്തോത്രം. വിശ്വാസത്താൽ ദൈവത്തിന് മഹത്വം കൊടുത്തു. ആമേൻ. ഞാൻ ഇങ്ങനെ പറയാം, ജീവിതത്തിൻ്റെ ആരാധന, ജീവിതത്തിൻ്റെ സ്തുതി, ജീവിതത്തിൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്നാലും എനിക്കിങ്ങനെ വന്നല്ലോ കർത്താവേ. അവിടെയാണോ സൗഖ്യം കിട്ടുന്നേ? എന്നാലും എൻ്റെ ദൈവം എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവിടെയാണോ സൗഖ്യം കിട്ടുന്നേ? അല്ല. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കുക. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കുക. ആമേൻ. പ്രൈസിംഗ് ലിപ്സ്, പ്രൈസിംഗ് ഫ്രൂട്ട്സ്. ആമേൻ. യുവർ വർഷിപ്പ് ഈസ് എ ഫ്രൂട്ട്. ആമേൻ. സ്തുതി എന്ന ഫലം പുറപ്പെടുവിക്കുമ്പോൾ, ഞാൻ ആവർത്തിക്കട്ടെ, സ്തുതി എന്ന ഫലം പുറപ്പെടുവിക്കുമ്പോൾ രോഗസൗഖ്യം ദൈവം വരുത്തും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നേ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നേ. സകല ഗജനമഹംസുരി പ്രമാർത്ഥാനിയ പ്രമസ്കല പ്രമോർത്ഥാനി ലാ പ്രമസ്മറ്റാനിയ. ആമേൻ. അടുത്തതായി 2 ഡിക്ലറേഷൻ. ഒന്ന്, നമ്മൾ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. 2, മത്തായി സുവിശേഷം 9-ാം അധ്യായം 21-ാം വാക്യം. മത്തായി സുവിശേഷം 9-ാം അധ്യായം 21-ാം വാക്യം. അവൻ്റെ വസ്ത്രം മാത്രം ഞാനൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഞാൻ തൊട്ടാൽ എനിക്ക് പുള്ളിയുടെ കയ്യെ തൊടാൻ കഴിവില്ല, എനിക്ക് പുള്ളിയുടെ ചങ്കി തൊടാൻ കഴിവില്ല. പക്ഷേ എനിക്ക് ഒരിടം വരെ തൊടാൻ പറ്റും. എനിക്ക് എവിടെ വരെ തൊടാൻ പറ്റുമോ അവിടം വരെ ഞാൻ തൊട്ടാൽ മതി. എനിക്ക് പോയി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനോ എനിക്ക് പുള്ളിയുടെ കൈ മേടിച്ച് എൻ്റെ തലയെ വെക്കാനോ ഒന്നും എനിക്ക് പ്രാപ്തിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം കഴിയും. ആ തറയിൽ കിടക്കുന്ന തുണിയുണ്ടല്ലോ, ആ തറ കിടക്കുന്ന തുണിയുടെ അറ്റം, അവിടെ ഞാൻ എങ്ങനെയും ഒന്ന് തൊടും. അത്രയും തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം വരും. എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചാൽ, നമ്മളെന്തുവാ പറയുന്നതെന്നറിയാമോ? നമ്മളൊന്നും പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ല. പക്ഷെ ആരെങ്കിലും കൃപയുള്ളവരെ ഉണ്ടെങ്കിൽ ഒന്ന് പറ പാസ്റ്ററേ, ഇന്ന് പകൽ തിരിച്ചു പറ, ഞാൻ തൊട്ടാൽ. അതിന് നീ എവിടെ തൊടുവെന്നാ പറയുന്നേ? ആ അറ്റത്തെങ്കിലും ഞാൻ തൊടും. എനിക്ക് ചങ്കി തൊടണമെന്നോ മൂക്കി തൊടണമെന്നോ ഒന്നുമില്ല. എന്നെ കൊണ്ട് തൊടാൻ പറ്റുന്നിടത്ത് ഞാൻ തൊടും. ഞാൻ തൊട്ടാൽ സൗഖ്യം വരും. കർത്താവ് തൊട്ടാൽ സൗഖ്യം വരും എന്നാണോ പറഞ്ഞേ? ഞാൻ തൊട്ടാൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞാൻ വിശ്വസിച്ചാൽ, ഞാൻ എൻ്റെ കണ്ണുനീര് ഞാൻ സ്തോത്രം പറഞ്ഞാൽ ഞാൻ തൊട്ടാൽ സൗഖ്യം വരും. വായി തുറന്ന് പറഞ്ഞേ, ഞാൻ തൊട്ടാൽ സൗഖ്യം വരും. ഞാൻ തൊട്ടാൽ സൗഖ്യം വരും. എൻ്റെ അപ്രാപ്തിക്കകത്തെൻ്റെ വിടുതലുണ്ട്. എൻ്റെ ബലഹീനതയ്ക്കകത്തെൻ്റെ വിടുതലുണ്ട്. എൻ്റെ കണ്ണുനീരിനകത്തെൻ്റെ വിടുതലുണ്ട്. ജീസസ്. അടുത്ത മാസം ഇന്നിടത്തൊരു പവർ കോൺഫറൻസ് ഉണ്ട്. അവിടെ ഇന്ന പാസ്റ്റർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ പോകും. അന്ന് അദ്ദേഹം എന്നെ തൊട്ടാൽ ഞാൻ തൊടും, എനിക്ക് വിടുതൽ കിട്ടും. ഞാനതിനെ കുറച്ചും കൂടെ പറയുകയാണ്. നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി പറ, മക്കളെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിനക്ക് വിടുതല. ഞാൻ പ്രാർത്ഥിച്ച വിടുതല. ഞാൻ പ്രാർത്ഥിച്ച, ഞാൻ സ്തുതിച്ച വിടുതല. ജീസസ്. ഹോശേയുടെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: വരുവിൻ, നാം യഹോവയുടെ അടുക്കൽ കയറി ചെല്ലാം. അവൻ നമ്മളെ കടിച്ചു കീറിയിരിക്കുക, പക്ഷെ നമുക്ക് അവൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലാം. അവൻ എന്തു ചെയ്യും? സൗഖ്യമാക്കും. ബാ, നമുക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് പോകാം. ദൈവം നമ്മളെ സൗഖ്യമാക്കും. ഞാൻ തൊട്ടാൽ സൗഖ്യം വരും. ഞാൻ കയറി ചെന്നാൽ അവൻ എന്നെ സൗഖ്യമാക്കും. ആമേൻ. ഉറപ്പിച്ചു പറയാവും. അതരങ്ങളുടെ ഫലത്തിനകത്ത് ദൈവം എന്തോ ചെയ്യും? സൗഖ്യം കൊണ്ടുവരും.